ഈ അടിസ്ഥാനപരമായ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ഭക്ഷണം, പിന്നെ എന്താണ്, പാർപ്പിടം, ആയിക്കോട്ടെ, പാർപ്പിടം, ആരോഗ്യം, നമ്മുടെ കുടുംബം, ഭാവി. മകളുടെ കല്യാണം മൊത്തത്തിൽ തടസ്സമാണ്, വീട്ടിൽ ഭർത്താവിൻ്റെ മദ്യപാന ശീലം മാറിയിട്ടില്ല. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഈ സ്ത്രീ പറഞ്ഞു. പൗലോസ് ശ്ലീഹ ഒരു കാര്യം നിന്നോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം നിന്നോട് പറയുന്നു. എന്താ പറയണത്? വായിച്ചത്. ധ്യാനത്തിന് ഇങ്ങോട്ട് വരുന്ന ദിവസം രാവിലെ ഞങ്ങൾ ഇനി ഒരുമിച്ച് ജീവിക്കില്ല എന്ന് തീരുമാനമെടുത്ത് ഡിവോഴ്സിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഈ പറഞ്ഞ 4 കാര്യങ്ങളും നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളാണ്, അടിസ്ഥാന കാര്യങ്ങളാണ്. സത്യം പറ, എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കാനാണ് ആഗ്രഹം? ഇവരൊക്കെ ഇപ്പം ഇവിടെ ഇരുന്ന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലർ, ദൈവമേ, അയ്യോ എനിക്കതിൻ്റെ 3 ഇരട്ടിയായി അല്ലേ. ദീർഘായുസ് നിനക്ക് നൽകി. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. കർത്താവേ, ഈ പറഞ്ഞ വാഗ്ദാനങ്ങൾ ഇന്ന് ദൈവസന്നിധിയിൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ വളരെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളിൽ കർത്താവ് ഇടപെടാൻ പോകുന്ന ഒരു ദിവസമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കേട്ടത് ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മുടെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളിൽ, നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ ചില അടിസ്ഥാനപരമായ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ കർത്താവ് ഇടപെടാൻ ആഗ്രഹിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളാണ്. ഈ അടിസ്ഥാനപരമായ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ഭക്ഷണം, പിന്നെ എന്താണ്, പാർപ്പിടം, ആയിക്കോട്ടെ, പാർപ്പിടം, ആരോഗ്യം, നമ്മുടെ കുടുംബം, ഭാവി, അല്ലേ? ഇത് നമ്മുടെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളാണ്, അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. ഇവിടെ ഇരിക്കുന്ന നമ്മുടെയൊക്കെ വലിയ നെടുവീർപ്പും ഭാരവും ഈ കാര്യങ്ങളെക്കുറിച്ച് ഓർത്താണ്. അപ്പം അതുകൊണ്ട് ഇന്ന് ശുശ്രൂഷ സമയത്ത് കർത്താവ് ഇടപെടാൻ ആഗ്രഹിക്കുന്ന വളരെ ശക്തമായ മേഖലയും ഇത് തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് സാധിക്കുന്നവരൊക്കെ ബൈബിൾ ഉണ്ടോ? ബൈബിൾ ഉണ്ടെങ്കിൽ ബൈബിൾ എടുക്കുക. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ നോട്ട് ബുക്കും ബൈബിളൊക്കെ എടുക്കണം. എന്നിട്ട് ചില വചനങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ അത് എഴുതിയെടുക്കണം. എന്നിട്ട് വചനം പഠിക്കണം, പ്രാർത്ഥിക്കണം. അങ്ങനെ ശക്തമായ ഒരു കൃപ നമ്മൾ സ്വന്തമാക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുമ്പോഴത്തേക്ക് നല്ല ആക്റ്റീവായിട്ടിരിക്കണം കേട്ടോ. നിവർന്നിരുന്നേ. എന്നിട്ട് അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ് നല്ല ആക്റ്റീവായിട്ടിരിക്കാൻ പറ. ഇന്ന് നമ്മൾ പഠിക്കുന്ന വചനം വളരെ ഫെമിലിയറാണ്, വളരെ പരിചയമുള്ളൊരു വചനമാണ്. പുറപ്പാട് പുസ്തകം തുറക്കൂ. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം, അതിൻ്റെ 25-ഉം 26-ഉം. ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 23 വേഴ്സ് 25 ആൻഡ് 26. നമുക്ക് വളരെ പരിചിതമായ വചനമാണ്. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം, അതിൻ്റെ 25-ഉം 26-ഉം. ഞാനത് വായിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ഉച്ചത്തിൽ ഏറ്റുപറയണം കേട്ടോ. ഉച്ചത്തിൽ പറഞ്ഞ്, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമാർജനം ചെയ്യും. ഗർഭഛിദ്രമോ വന്ധ്യതയോ നാട്ടിൽ ഉണ്ടാവുകയില്ല. നിനക്ക് ഞാൻ ദീർഘായുസ് തരും. ഹല്ലേലൂയ. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ വലിയ സന്തോഷം ഉണ്ടാവണം കേട്ടോ. കാരണം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്ന ഒരിടത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. വിശ്വസിക്കുന്നവർ പറഞ്ഞേ ആമേൻ. യെസ്, അതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. ഒന്നും കൂടെ പറഞ്ഞാലോ? വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഈ വചനം നമുക്കൊന്ന് ഹൃദയത്തിലോട്ട് സ്വീകരിക്കാം. വലതുകരം ഉയർത്തിപ്പിടിക്കുന്നു, ഇടതുകരം നെഞ്ചോട് ചേർക്കുന്നു. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവരും എവിടെയാണെങ്കിലും ഇതുപോലെ കേട്ടോ. വലതുകരം ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ഇടതുകരം നെഞ്ചോട് ചേർത്ത് ഈ വചനം ഹൃദയത്തിലോട്ട് സ്വീകരിക്കണം. ഒച്ചത്തിൽ പറഞ്ഞേ, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമാർജനം ചെയ്യും. ഗർഭഛിദ്രമോ വന്ധ്യതയോ നാട്ടിൽ ഉണ്ടാവുകയില്ല. നിനക്ക് ഞാൻ ദീർഘായുസ് തരും. ഹല്ലേലൂയ. കർത്താവേ, പറഞ്ഞ കർത്താവേ, ഇത് എന്നിൽ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. ഹല്ലേലൂയ.
ഹല്ലേലൂയാ. ഒരിക്കൽ കൂടെ ഒന്ന് കൈയടിച്ച് നമ്മൾ വിശ്വസിക്കുകയാണ് ഈ പറഞ്ഞ കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. അതായത് വചനം നമുക്ക് നൽകുന്ന ഉറപ്പാണ്. 4 തരത്തിലുള്ള അനുഗ്രഹത്തെ വചനം ഉറപ്പിക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കപ്പെടും. നമ്പർ 1. നമ്പർ 2, നിങ്ങളുടെ ദേശത്തു നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യപ്പെടും. നമ്പർ 3, ഗർഭഛിദ്രമോ വന്ധ്യതയോ നാട്ടിൽ ഉണ്ടാവുകയില്ല. നമ്പർ 4, നിനക്ക് ഞാൻ ദീർഘായുസ് നൽകും. എന്ത് ചെയ്യണം? ദൈവത്തെ ആരാധിക്കണം. ഒറ്റ കാര്യമുള്ളൂ, ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി ഇവിടെ സ്ഥിരം വരുന്നതാണ്, ഇവിടെ ഉണ്ടാവും. ആ ചേച്ചി എന്നോട് ചോദിച്ചു, അച്ഛാ ഞാൻ പോട്ട ആശ്രമത്തിൽ വന്ന് മിക്കവാറും ദിവസങ്ങളിൽ അനുദിന ശുശ്രൂഷയിൽ ആരാധനയിൽ ഞാൻ പങ്കെടുക്കുന്ന ഒരാളാണ്. കാരണം പലപ്പോഴും രാവിലെ വീട്ടിൽ നിന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇച്ചിരി ലേറ്റ് ആവും. പക്ഷെ ഞാൻ എല്ലാ ദിവസവും ഉള്ള ആരാധന, അതിപ്പം ഇവിടെ വന്നിട്ടാവാം, ഇല്ലെങ്കിൽ ഞാൻ ഓൺലൈനിലാണെങ്കിൽ ആരാധനയിൽ പങ്കെടുക്കും. പക്ഷേ അച്ഛാ എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളൊന്നും മാറുന്നില്ല. ആരാധന ഇപ്പം നിങ്ങൾ അച്ഛാ പറയുന്നത് ഇങ്ങനെയല്ലേ, നിങ്ങൾ ദൈവത്തെ ആരാധിക്കുവിൻ, ആരാധിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷേ അച്ഛാ ഞാൻ ആരാധിച്ചിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. മകളുടെ കല്യാണം മൊത്തത്തിൽ തടസ്സമാണ്, വീട്ടിൽ ഭർത്താവിൻ്റെ മദ്യപാന ശീലം മാറിയിട്ടില്ല, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഈ സ്ത്രീ പറഞ്ഞു. അപ്പോൾ ഈ സഹോദരിയോട് ഞാൻ വർത്തമാനം പറഞ്ഞു വന്നപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞൊരു കാര്യം, അച്ഛാ ഈ മകളുടെ കാര്യം ഇങ്ങനെയാണ്, ഭർത്താവിൻ്റെ കാര്യം ഇങ്ങനെയാണ്, അതൊക്കെ പോട്ടെ, ഇതിനേക്കാളൊക്കെ വലിയൊരു ശല്യം വീട്ടിലുണ്ട്. ഞാൻ ചോദിച്ചത് ആര്? ഭർത്താവിൻ്റെ അമ്മ, എൻ്റെ അമ്മായിയമ്മ. അച്ഛാ ഞാൻ മിണ്ടിയല്ല, ഞാൻ അതിനോട് മിണ്ടാറില്ല അച്ഛാ. ഞങ്ങൾ മിണ്ടിയാൽ ഒന്നും പറഞ്ഞ് 2 പറഞ്ഞ് പിന്നെ അടി പിടി ബഹള, ഞാൻ മിണ്ടാറില്ല. പക്ഷെ ഞാൻ അച്ഛാ ആരാധന മുടക്കാറില്ല. ഞാൻ പോട്ട ആശ്രമത്തിലെ ആരാധന ഒട്ടും ഞാൻ മുടക്കാറില്ല. ആരാധന ഞാൻ ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ പങ്കെടുക്കും. പക്ഷെ അച്ഛാ ഈ തടസ്സമൊന്നും അങ്ങോട്ട് മാറുന്നില്ല. വചനം എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ പറ ആരാധിക്കുവിൻ. ആരാധിക്കുമ്പോൾ അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ ആരാധിക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കും? അപ്പോൾ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കപ്പെടും. നിങ്ങളുടെ ദേശത്തു നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യപ്പെടും. ഗർഭഛിദ്രമോ വന്ധ്യതയോ ഉണ്ടാവുകയില്ല. നിങ്ങൾക്ക് ദീർഘായുസ് കിട്ടും. അച്ഛാ അതെന്താ അച്ഛാ? ആരാധനയിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ടെന്ന്. ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്, പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാവുന്നുണ്ടോ? വീട്ടിൽ സ്വന്തം അമ്മയാണ് ഇപ്പോൾ ഉള്ളത്. അതായത് അമ്മായിയമ്മ എന്ന് പറഞ്ഞ് ഇപ്പോൾ ആരാ? അത് അമ്മയാണ്. അമ്മയോട് മിണ്ടിയൊന്നും ഇല്ല, പക്ഷെ ഞാൻ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്, കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ വചനം ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഇരിക്കുന്ന നമ്മളിൽ പലർക്കും ഒത്തിരി ആരാധനയുണ്ട്. നിത്യാരാധന ചാപ്പലിൽ മണിക്കൂറുകൾ ഇരിക്കുന്നു അല്ലേ? അങ്ങനെ പല പല ആരാധനകളിലും പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ എന്താണാവോ അതങ്ങോട്ടൊന്നും ശരിയാകാത്തത് എന്നൊരു ചോദ്യമുണ്ടെങ്കിൽ ഇന്നത്തെ വിശുദ്ധ ഗ്രന്ഥം കൃത്യമായി ചില കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പം നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഈ ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ആരാധന? അതിപ്പോൾ അച്ഛൻ്റെ ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് ആ സിസ്റ്റർ ദീപികാരുണ്യം കൊണ്ടുവരും, പിന്നെ മറ്റേ ചേട്ടൻ കൊണ്ട് തിരിവയ്ക്കും, പാട്ടുകാർ അവിടെ പാട്ട് പാടും, ഞങ്ങൾ ആരാധിക്കും. ഇതാണോ ആരാധന? അല്ലേ? പിന്നെ എന്നതാണ് ആരാധന? അയ്യോ, പിന്നെ എന്നതാ ആരാധന? അച്ഛൻ നിത്യാരാധന ചാപ്പൽ അവിടെ ഉണ്ട്. നിത്യാരാധന ചാപ്പൽ ഞങ്ങൾ അവിടെ ആരാധിക്കുന്നു. ചാലക്കുടി സെൻറ് മേരീസ് പള്ളിയിലുണ്ട് നിത്യാരാധന ചാപ്പൽ, ഞങ്ങൾ അവിടെ ആരാധിക്കുന്നു. അതാണോ ആരാധന? അല്ലേ? പിന്നെ എന്നതാ ആരാധന? ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ദൈവം പുറത്തു കൊണ്ടുവന്നത് എന്തിനാ? അല്ല, ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനത്തെ അവിടെ നിന്ന് മോശ എന്തും പറഞ്ഞ കൊണ്ടുവന്നത്? പുറത്ത് കൊണ്ടുവന്നതിന് ഒറ്റേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. മോശ ചെന്ന് പറഞ്ഞത് ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങൾക്ക് ആരാധിക്കാൻ വേണ്ടി ഈ ദേശത്ത് നിന്ന് പുറത്ത് കൊണ്ടുവരണം. അപ്പം ആ ദേശത്ത് നിന്ന് ആരാധിക്കാൻ പറ്റത്തില്ലേ? അപ്പം നമ്മുടെ പ്രശ്നം എന്താ? ആരാധിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് സ്ഥലമല്ല
കത്തിച്ച തിരികളല്ല, പൂക്കളല്ല, പാട്ടല്ല, വേറെ എന്തോ ആണ്. അതെന്നതാ? അപ്പം ആരാധന എന്ന് പറഞ്ഞ പിന്നെ എന്നതാ? നമ്മുടെ മുമ്പിലുള്ള ഭയങ്കരമായൊരു പ്രശ്നമാണ്. പിന്നെ എന്നതാ ഈ ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയ. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം തുറക്കൂ, വായിച്ചേ. സെന്റ് പോൾസ് ലെറ്റർ ടു റോമൻസ് ചാപ്റ്റർ 12 വേഴ്സ് 1, 12-ന്റെ 1-ാം തിരുവചനം. റോമ 12:1 നല്ല വചനമാണ്, ശ്രദ്ധിച്ചു വായിച്ചോ. സെന്റ് പോൾസ് ലെറ്റർ ടു റോമൻസ്, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12:1 വായിക്കാം. ആകയാൽ സഹോദരരെ, ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. പൗലോസ് ശ്ലീഹ നമ്മളോട് അപേക്ഷിക്കുന്നു. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, പൗലോസ് ശ്ലീഹ നിന്നോട് അപേക്ഷിക്കുന്നു. ചേച്ചി കേൾക്കണുണ്ടോ? ചേച്ചി ഇങ്ങനെ താടിക്കും കൈയും കൊടുത്തിരിക്കാതെ, പൗലോസ് ശ്ലീഹ അപേക്ഷിക്കുന്നു ചേച്ചി. ചിലരിങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കും. ഇങ്ങോട്ട് നോക്കൂ, ശ്രദ്ധിച്ചിരുന്നേ. പൗലോസ് ശ്ലീഹ ഒരു കാര്യം നമ്മളോട് അപേക്ഷിക്കുകയാണ്. ഇവിടെ വന്നിരിക്കുമല്ലേ, പോട്ടാശ്രമത്തിൽ വന്നോ? ശരീരം വന്നു, മനസ്സിവിടെ ഉണ്ടോ? പൗലോസ് ശ്ലീഹ ഒരു കാര്യം നിന്നോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം നിന്നോട് പറയുന്നു. എന്താ പറയണത്? വായിച്ചത്. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പൗലോസ് ശ്ലീഹ പറയുവാണ്, യഥാർത്ഥമായ ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുട്ടുകുത്തുന്നു, കൈയടിക്കുന്നു, തിരി കത്തിക്കുന്നു, ധൂപക്കുറ്റി വീശുന്നു, ഇതൊന്നും അല്ലെന്ന്. പിന്നെ എന്താന്നാ പറയുന്നത്? നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കണം. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. ഹല്ലേലൂയാ. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പഠിക്കണം, ഇത് വെറുതെ അരമണിക്കൂർ നീണ്ടു നിൽക്കുന്നതല്ല ആരാധന, മറിച്ച് നമ്മുടെ ജീവിതം മുഴുവൻ സമർപ്പിക്കുന്നതാണ്. സത്യദൈവത്തിന് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുന്നതാണ്. സത്യദൈവത്തെ നമ്മുടെ രക്ഷകന നാഥനുമായി നമ്മൾ വണങ്ങുന്നതാണ്, ആരാധിക്കുന്നതാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം ദൈവത്തിന് മുഴുവനായി കൊടുക്കുന്നതാണ് ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുത്തേ, ജീവിതം ഒരു ആരാധനയാക്കുക. പറഞ്ഞേ, ജീവിതം ഒരു ആരാധനയാക്കുക. ഹല്ലേലൂയാ. നിയമാവർത്തന പുസ്തകം, ബുക്ക് ഓഫ് ഡ്യൂട്രോണമി, നിയമാവർത്തന പുസ്തകം, അതിൻ്റെ 10-ാം അധ്യായം 12-ാം തിരുവചനം. നിയമാവർത്തനം 10 അതിൻ്റെ 12-ാം തിരുവചനം ഒന്ന് വായിച്ചാലോ. ഇസ്രായേലേ, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് നിങ്ങൾ അവിടുത്തെ ഭയപ്പെടുകയും അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ സ്നേഹിക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടെ അവിടുത്തെ സേവിക്കുകയും ചെയ്യുക. കണ്ടോ? ശ്രദ്ധിച്ചേ, വലതുകരം ഉള്ളവരൊന്ന് ഉയർത്തിപ്പിടിച്ചേ. റൈറ്റ് ഹാൻഡ്, വലതുകരം ഉള്ളവർ ഒന്ന് കൈവീശിക്കേ. കൈ ഉണ്ടോന്ന് അറിയണമല്ലോ അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഈ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചോ. എൻ്റെ കൂടെ ഏറ്റു പറഞ്ഞേ, ഇസ്രായേലേ, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾ നിന്ന് ആവശ്യപ്പെടുന്നത് നിങ്ങൾ അവിടുത്തെ ഭയപ്പെടുകയും അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ സ്നേഹിക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടെ അവിടുത്തെ സേവിക്കുകയും ചെയ്യുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതാണ് ആരാധന. അപ്പോൾ നമ്മൾ ഒരു കാര്യം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ്. ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിൽ അല്പസമയം ചെലവഴിക്കുന്നതോ ധ്യാന ശുശ്രൂഷ സമയത്ത് കൈയടിച്ച് പാട്ടുപാടി മുട്ടുകുത്തു വണങ്ങുന്നത് മാത്രമല്ല ആരാധന, മറിച്ച് ജീവിതം തന്നെ ഒരു ആരാധനയാണ്. ഹല്ലേലൂയാ. ഇത് മനസ്സിലാക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ 4 കാര്യങ്ങൾ, മനുഷ്യ ജീവിതത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ സംഭവിക്കുന്നത്. പഴയ നിയമത്തിൽ ജോഷുവ ഈ കാര്യത്തെക്കുറിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിച്ചാലോ. ജോഷുവയുടെ പുസ്തകം, ബുക്ക് ഓഫ് ജോഷുവ ചാപ്റ്റർ 24 വേഴ്സ് 15, 24 അതിൻ്റെ 15-ാം തിരുവചനം. ഈ വചനം ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ പ്രഖ്യാപിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. മാതാപിതാക്കളായിട്ടുള്ളവരൊന്ന് കൈപോക്കിക്കുക. മാതാപിതാക്കൾ
കുറേ എല്ലാവരും തന്നെ അല്ലേ, മക്കളൊന്നും ഇല്ല. ഇവിടെ മാതാപിതാക്കൾ മാത്രമേ ഉള്ളൂ. വെരി ഗുഡ്. അപ്പോൾ മാതാപിതാക്കളെ നിങ്ങൾ ഇന്നത്തെ ദിവസം പ്രഖ്യാപിക്കേണ്ട ഒരു കാര്യമാണ്. ജോഷുവയുടെ പുസ്തകം 24-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ ജോഷുവ പറയുന്നത് എന്താ പറയണമെന്നറിയോ? ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ഒന്ന് പറഞ്ഞേ, ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ ചൊത്തി പറഞ്ഞേ, ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ഞാൻ മാത്രമാണോ? അല്ലല്ല, പിന്നെ എൻ്റെ കുടുംബവും. ഞാനും എൻ്റെ കുടുംബവും. അതിലെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഉണ്ടോ? അച്ഛാ, മകൻ്റെ കാര്യം എനിക്കറിഞ്ഞുകൂടാ. ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു. മകൻ്റെ കാര്യത്തിൽ ഞാൻ ഇടപെടാറില്ല അച്ഛാ. അല്ല, അവൻ വീട്ടിലുണ്ടോ? വീട്ടിലുണ്ട്. ഭക്ഷണം വീട്ടിൽ നിന്നാണോ? ഭക്ഷണം വീട്ടിൽ നിന്നാണ്. മകനാണോ? മകനാണ്. പക്ഷെ ഞാൻ അവൻ്റെ കാര്യത്തിലൊന്നും ഇടപെടുന്നില്ല. അവൻ്റെ കാര്യം എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കുന്നു. അതാണോ? അല്ലല്ല. ജോഷുവ പറയാണ് ഞാനും എൻ്റെ കുടുംബവും. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ പറയാണ് മകൻ്റെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ, മകളുടെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല. മകനും മകളും ഒക്കെ ഉൾപ്പെടുന്നതാണ് നമ്മുടെ കുടുംബം. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ ഇവിടെ ഇരിക്കുന്ന നമുക്ക് കിട്ടിയ ഉത്തരവാദിത്തത്തെ മറികടന്നുകൊണ്ടല്ലെന്ന്. നീ അപ്പനാണോ അമ്മയാണോ, നിനക്ക് നിന്റെ മകൻ്റെ കാര്യത്തിലും മകളുടെ കാര്യത്തിലും ഉത്തരവാദിത്തമുണ്ട്. അവരും ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് നിനക്ക് ഉറപ്പുവരുത്തണം. അവരും ദൈവത്തെ സേവിക്കുന്നു, ആരാധിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണം. സത്യദൈവത്തോട് അവർക്ക് സ്നേഹമുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ജോഷുവ പറയുന്നു ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് കൃത്യമായിട്ട് ഈ കാലഘട്ടത്തിൽ തിരിച്ചറിയേണ്ട ഒരു സത്യമാണ്. ഇന്നലെ നമ്മുടെ താമസിച്ചുള്ള ധ്യാനം അവസാനിച്ചു. ശക്തമായ ശുശ്രൂഷകളായിരുന്നു. ഇഷ്ടം പോലെ സാക്ഷ്യങ്ങൾ. അതിൽ ഇഷ്ടപ്പെട്ടൊരു സാക്ഷ്യം, ഒരു ഭർത്താവ് വന്നൊരു സാക്ഷ്യം പറഞ്ഞു. ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ നാളുകളായി പ്രശ്നത്തിലായിരുന്നു. ധ്യാനത്തിന് ഇങ്ങോട്ട് വരുന്ന ദിവസം രാവിലെ ഞങ്ങൾ ഇനി ഒരുമിച്ച് ജീവിക്കില്ല എന്ന് തീരുമാനമെടുത്ത് ഡിവോഴ്സിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇങ്ങോട്ട് ധ്യാന കേന്ദ്രത്തിലോട്ട്. ഇന്നലെ ധ്യാനത്തിൽ പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ കൈവെക്കുക. ഇത് കേട്ടവരാണ്. ഭർത്താവ് പറയുകയാണ്, പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞ് ധ്യാനം കൂടി, 4 മക്കളുണ്ട്, ഇവിടെ വന്ന് ഭാര്യയുണ്ട്, ധ്യാനം കൂടുന്നുണ്ട് കേട്ടോ. അച്ഛാ, ഞാൻ ഇവിടെ വന്ന് ധ്യാനത്തിൽ പങ്കെടുത്തു, പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിച്ചു. എൻ്റെ ഭാര്യയെ മനസ്സിലാക്കാൻ, അംഗീകരിക്കാൻ, എൻ്റെ കുറവുകൾ അംഗീകരിക്കാൻ. ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾക്ക് കാരണം ഇത്രയും നാളും മക്കളാണെന്ന് ഓർത്തിരിക്കുമായിരുന്നു. മക്കളല്ല അച്ഛാ, ഞാനും എൻ്റെ ഭാര്യയുമാണ് പ്രശ്നക്കാർ. എനിക്കത് മനസ്സിലായി. എന്നിട്ട് ഈ മനുഷ്യനൊരു സാക്ഷ്യം പറഞ്ഞു. അത് കഴിഞ്ഞ് പലരും സാക്ഷ്യം പറഞ്ഞു. ദേ വരുന്നു ഭാര്യ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അല്പസമയം മുമ്പ് എൻ്റെ ഭർത്താവ് ഒരു സാക്ഷ്യം പറയുന്നത് കേട്ടിട്ടുണ്ടാവും. എന്നെക്കുറിച്ചാണ് പറഞ്ഞത്. ഞാനും ഭർത്താവും തമ്മിൽ ഇത്രയും നാളും പ്രശ്നത്തിലായിരുന്നു. ഞങ്ങൾ ഇത്രയും നാളും ചിന്തിച്ച ചിന്താരീതികളല്ല ശരിയെന്ന് ഈ ധ്യാനത്തിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഞങ്ങൾ മക്കളെ വളർത്തുന്ന രീതി, ഞങ്ങൾ അവരോട് ഇടപെടുന്ന രീതി, ഞങ്ങളുടെ കുറവുകൾ, ഞങ്ങൾ 24 മണിക്കൂറും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശപിച്ച് വഴക്കിട്ട് ഈ മക്കളെ ചീത്ത പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന. പക്ഷേ ഈ ധ്യാനത്തിൽ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് ഒരു ബോധ്യം നൽകി. ദൈവം സ്ഥാപിച്ചതാണ് ഞങ്ങളുടെ കുടുംബം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. അച്ഛാ, ഈ ബോധ്യം കിട്ടിയതോടുകൂടെ ഞങ്ങളുടെ ചിന്താഗതികൾ മാറി. സത്യദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. കുടുംബ പ്രാർത്ഥന ഇല്ലായിരുന്നു വീട്ടിലെ. കുടുംബപ്രാർത്ഥന ഇല്ലായിരുന്നു വീട്ടില്. കുടുംബത്തിലെ സ്നേഹം, പരിശുദ്ധ കുർബാന പങ്കെടുക്കുന്ന ശൈലി, ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഞങ്ങൾ ശപിച്ച് വെറുത്ത് ജീവിച്ചതാണ്. എന്നാൽ സത്യദൈവത്തെ ഞങ്ങൾ വിശ്വസിച്ച് രക്ഷകനും നാഥനുമായി സ്വീകരിക്കാൻ തുടങ്ങിയ ദിവസം മുതൽ, ഈ കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ ഞങ്ങൾക്ക് വലിയ സ്വസ്ഥതയുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ട്. നന്നായിട്ടൊന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ചിലരുടെ കൈയടി കണ്ടാൽ തന്നെ അറിയാം, ഏതോ ഒരുത്തൻ്റെ വീട്ടിൽ സമാധാനം കിട്ടിയതിന് ഞാൻ എന്ത് വേണം അല്ലേ? കൈയടിക്ക്, നല്ല കൈയടി, കൈയടി, കൈയടി. ഇവിടെ ഇരുന്ന് കൈയടിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ അത് സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. അതിനെ കൈയടിക്കുന്നത്. ഇവിടെ ഇരുന്ന് നമ്മൾ കൈയടിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ അതിൻ്റെ അനുഗ്രഹം കിട്ടുമെന്ന്. നമ്മുടെ വീട്ടിലും സമാനമായിട്ടുള്ള പല അനുഭവങ്ങളുണ്ട്. സത്യദൈവത്തെ നമ്മൾ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ, രക്ഷകനും നാഥനുമായി നമ്മൾ സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ അന്തരീക്ഷം മാറും. അന്തരീക്ഷം മാറും. ശ്രദ്ധി പറഞ്ഞ ഹല്ലേലൂയാ. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം
15-ാം അധ്യായം അതിൻ്റെ 58-ാം തിരുവചനം. 1 Corinthians chapter 15, 15-ാം അധ്യായം അതിൻ്റെ 58 ഒന്ന് കണ്ടുപിടിച്ചേ. നല്ല വചനാണ് കേട്ടോ. ഇവിടെ വന്നിരിക്കുന്ന നമുക്ക് കർത്താവ് നല്ലൊരു ആശ്വാസത്തിന്റെ ഒരു വചനം കൂടെ നൽകുക. 58 കിട്ടിയോ? അതിനാൽ എന്റെ വത്സ സഹോദരേ, അതിനാൽ എന്റെ വത്സല സഹോദരങ്ങളെ, കർത്താവിൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലിയിൽ സദാ അഭിവൃദ്ധി പ്രാപിച്ച് സ്ഥിരചിത്തരും അചഞ്ചലുമായിരിക്കുവിൻ. കണ്ടോ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും പറയേ, ഇന്ന് നീ പല കാര്യങ്ങളിലും വിഷമിച്ചിരിക്കുവാണ്, ഭാരപ്പെട്ടിരിക്കുവാണ്. വീട്ടിലെ കാര്യം, നാട്ടിലെ കാര്യം, ബന്ധത്തകർച്ച, സാമ്പത്തിക പ്രശ്നം, ഭാവി, പല പല ഞെരുക്കങ്ങളുണ്ട്. ഉണ്ടോ ഇല്ലയോ? യെസ് ഓർ നോ? പറ, വാ തുറന്ന് പറ. ഉണ്ടെന്ന് ഇല്ലാതെയൊക്കെ ചിലരിങ്ങനെ ഇരിപ്പുണ്ട്. അവർക്കാണ് കൂടുതൽ പ്രശ്നം. എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. ദേ പൗലോസ്ലീഹ പറയുകയാണ്, കർത്താവിൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട്. നിഷ്ഫലമല്ലെന്ന് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഫലമുണ്ടെന്ന്. നിങ്ങൾ ഇന്ന് ഈ പോട്ട ആശ്രമത്തിലോട്ട് വന്നില്ലേ? ത്യാഗമെടുത്ത് വന്നില്ലേ? നിങ്ങൾക്ക് വേണേൽ വീട്ടിൽ കിടന്നുറങ്ങാമായിരുന്നു. മറ്റുള്ള ഒത്തിരി പേര് ഈ വീട്ടിലിരുന്ന് വേണമെങ്കിൽ അവർ പങ്കെടുക്കുന്നത് പോലെ നിങ്ങൾക്കും ആകാമായിരുന്നു. ഈ മഴയത്ത് ഇത്രയും കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് ഇവിടം വരെ വരിക ഞെരുക്കം. പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ വചനം പഠിപ്പിക്കുന്നു, കർത്താവിനോടുള്ള സ്നേഹമാണ്, അതിന് പ്രതിഫലമുണ്ട്. നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലിയിൽ സദാ അഭിവൃദ്ധി പ്രാപിച്ച് സ്ഥിരചിത്തരും അചഞ്ചലരുമായിരിക്കുവേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ചു പോകരുത്. ഇവിടെ ഇരിക്കുന്ന അപ്പാ അമ്മേ, നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്. മകൻ ഇങ്ങനെ പെരുമാറി, എന്നാൽ പിന്നെ ഇനി ഒന്നിനും ഇല്ല, അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യം നടന്നോട്ടെ. അങ്ങനെയല്ലെന്ന്. നീ ക്ഷീണിച്ചു പോകരുത്. നീ നല്ല ശക്തിയിലായിരിക്കണം, അചഞ്ചലായിരിക്കും. അതുകൊണ്ടാണ് വചനം പഠിപ്പിക്കുന്നത്, അഭിവൃദ്ധി പ്രാപിച്ച് സ്ഥിരചിത്തരും, സ്ഥിരത വേണം, സ്ഥിരചിത്തരും അചഞ്ചലരുമായിരിക്കുവേൻ. ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്തോണ്ട് പറഞ്ഞാൽ ക്ഷീണിച്ചു പോകല്ലേ. ക്ഷീണിച്ചു പോകരുത് കേട്ടോ. ചിലർ ക്ഷീണിച്ചായിരിക്കുന്നത്, ഇരിപ്പ് കണ്ടാൽ തന്നെ അറിയാം ക്ഷീണിച്ചായിരിക്കുന്നത്. ക്ഷീണിച്ചിരിക്കരുതെന്ന്. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുകയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവശക്തനായ ദൈവത്തെ രക്ഷകനും നാഥനുമായി ഏറ്റുപറഞ്ഞ് ഈ ജീവിതം മാറ്റിവെക്കുന്നതാണ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 10-ാം തിരുവചനം, മാത്യു ചാപ്റ്റർ 4 വേഴ്സ് 10 ഒന്ന് തുറന്നു വായിച്ചേ. മത്തായി സുവിശേഷം 4:10 ഈ ആരാധനയെക്കുറിച്ച് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് ആരാധന? വായിച്ചോ. യേശു കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോവുക. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. നിനക്ക് സർവശക്തനായ ദൈവമുണ്ട്, ആ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇതിനെക്കുറിച്ച് നല്ല ഒരു ചർച്ച തന്നെ നടക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 23-ഉം 24-ഉം ഒന്ന് കേട്ടേ. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 4 വേഴ്സ് 23, 23-ഉം അതിൻ്റെ 24-ഉം. എന്നാൽ യഥാർത്ഥ ആരാധകർ ആരാ? വായിച്ചോ. ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. ഹല്ലേലൂയാ. ഒന്നും കൂടെ വായിച്ചേ. എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. അല്ല, അത് ഇപ്പോൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെയാണ് പിതാവ് അന്വേഷിക്കുന്നതും. ദൈവം ആത്മാവാണ്. അവിടുത്തെ ആരാധിക്കുന്നവൻ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മുടെ ആരാധന ആത്മാവിലും സത്യത്തിലുമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒന്ന് കൈകളൊന്ന് വീശിക്കൊണ്ട് പറഞ്ഞേ, ഞാൻ ഈശോയെ ആരാധിക്കുന്നു, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അത് കൈയടിച്ചത് കൈയടിച്ച് പാസ്സാക്കിക്കേ. ഹല്ലേലൂയാ. മത്തായി സുവിശേഷം 15:8, മാത്യു ചാപ്റ്റർ 15 വേഴ്സ് 8. ആത്മാവിലും സത്യത്തിലും ആരാധിക്കേണ്ട ദൈവജനത്തെക്കുറിച്ച്
മത്തായി സുവിശേഷകൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, കേട്ടോളൂ. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ്. നമ്മളെ കുറിച്ചാണോ? ഈ ജനം അധരം കൊണ്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ ഈശോയെ, പുറത്തിറങ്ങുമ്പോൾ പള്ളി വരുമ്പോൾ ഈശോയെ, പുറത്തിറങ്ങുമ്പോൾ പറയണ്ടല്ലേ. നമ്മുടെ അധരം കൊണ്ടാണ്. ഒന്നും കൂടെ വായിച്ച മത്തായി എന്താ പറയുന്നത്? മത്തായി സുവിശേഷകൻ ഒരു കാര്യം പറയാം, വായിച്ചേ. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണെന്ന്. നമ്മുടെ ആരാധന അധരം കൊണ്ട് മാത്രമല്ല, ഹൃദയം കണ്ടാണ്, ഹൃദയത്തിലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം തന്നെ ഒരു ആരാധനയാക്കി മാറ്റുക. ഹല്ലേലൂയാ. ജീവിതം തന്നെ ഒരു ആരാധനയാക്കി മാറ്റുക. രണ്ട് കരങ്ങൾ ഉയർത്തി പറഞ്ഞ ജീവിതം തന്നെ ഒരു ആരാധനയാക്കുക. ഹല്ലേലൂയാ. വായിച്ചാലോ? സങ്കീർത്തനം 95 അതിൻ്റെ 6-ാം തിരുവചനം. ബുക്ക് ഓഫ് സാം, സങ്കീർത്തനം 95 അതിൻ്റെ 6-ാം തിരുവചനം. 95 verse 6. Psalm, book of Psalm, chapter 95 verse 6. 95-ന്റെ 6. വരുവിൻ നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം. കർത്താവിന്റെ മുൻപിൽ മുട്ടുകുത്താം. സങ്കീർത്തകൻ വിളിക്കുകയാണ്, വരുവിൻ വരുവിൻ, നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയാ. സങ്കീർത്തനം 100 കേട്ടോ. സങ്കീർത്തനം 100-ന്റെ 4-ാം തിരുവചനം ഒന്നെടുത്തേ. സങ്കീർത്തനം 100 അതിന്റെ 4-ാം തിരുവചനം. കൃതജ്ഞതാ ഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ, സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ, അവിടുത്തേക്ക് നന്ദി പറയുവിൻ, അവിടുത്തെ നാമം വാഴ്ത്തുവിൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ ദേ ഒരു കാര്യം ഉറപ്പിക്കണം. എന്താണ്? യഥാർത്ഥത്തിലുള്ള ആരാധന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം തന്നെ ദൈവത്തിന് സമർപ്പിക്കുന്നതാണ്. വിശ്വസിക്കുന്നവരൊന്ന് ചാടി എഴുന്നേറ്റ് നിന്നേ. തമ്പുരാൻ കർത്താവിൻ്റെ മുമ്പിലാണ്. ചാടി എഴുന്നേറ്റ് നിന്ന് 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ, നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചേ. ഒരു കാര്യത്തെ നമ്മൾ പഠിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇനി മുതൽ ആരാധന എന്ന് പറയുന്നത് പള്ളിയിൽ അല്ലെങ്കിൽ ശുശ്രൂഷ സമയത്തുള്ള അരമണിക്കൂറുള്ള ഒരു ആരാധന, കൈയടിച്ച് പാട്ട് മാത്രമല്ല, മറിച്ച് എൻ്റെ ജീവിതമാണ് ആരാധന. എൻ്റെ സർവശക്തനായ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു. ഈ ജീവിതം ഞാൻ ദൈവത്തിന് സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങാണ് എൻ്റെ രക്ഷകൻ. കേട്ടോ, അങ്ങാണ് എൻ്റെ രക്ഷകൻ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ, കണ്ണടച്ചോ. ഏതെങ്കിലും തരത്തിൽ മറ്റെന്തെങ്കിലും വ്യക്തികളെയോ സ്ഥലങ്ങളെയോ സാഹചര്യങ്ങളെയോ ഏതെങ്കിലും സമ്പത്തിനെയൊക്കെ ആരാധിക്കുന്നവരുണ്ടോ? ഈ സമയത്ത് ആ മേഖലകൾ ഒരു തിരിച്ചറിവ് വേണം. നീ എന്തിനാണ് 1-ാം സ്ഥാനം കൊടുത്തിരിക്കുന്നത്? നീ എന്തിനെയാണ് ആരാധിക്കുന്നത്? നീ എന്തിനെയാണ് ശ്രദ്ധിക്കുന്നത്? നീ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? ദൈവത്തെയും ദൈവകാര്യങ്ങളെയുമാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ദൈവമേ, ഈ ആരാധന എൻ്റെ വിടുതലാണ്. ഈ ആരാധന എൻ്റെ ആനന്ദമാണ്. ഈ ആരാധന എൻ്റെ സൗഖ്യമാണ്. ഈ ആരാധന എൻ്റെ സന്തോഷമാണ്. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈശോയേ എന്ന് വിളിച്ച് ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിക്കട്ടെ. നിന്റെ മനസ്സുകൊണ്ട് ആരാധിക്കട്ടെ. നിന്റെ ചിന്തകൾ കൊണ്ട് ആരാധിക്കട്ടെ. കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു. കൈയടിച്ചേ. ഈ ആരാധന എൻ്റെ വിടുതലാണ് കർത്താവേ. യെസ്, നന്നായിട്ട് കൈയടിച്ചേ. കണ്ണുകളടച്ച് കൈയടിച്ചോ. ശക്തിയോടെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. കർത്താവ് ഇടപെടട്ടെ, നിന്റെ മേൽ ഇടപെടട്ടെ. ഏതെങ്കിലും തരത്തിലുള്ള ഭാരങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള ചിന്താഗതികൾ നിന്നെ ദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്ന് നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ മേഖലകൾ കർത്താവ് അത്ഭുതകരമായിട്ട് ഇടപെടട്ടെ. ഏതെങ്കിലും വ്യക്തികളാവാം, ഏതെങ്കിലും സ്ഥാനമാനങ്ങളാവാം, ഒരു സമ്പത്താവാം, ഈ ഭൂമിയിലെ എന്തുമാവാം. കർത്താവേ, നിന്നെ ആരാധിക്കുന്നതിൽ നിന്ന് എനിക്കുള്ള തടസ്സങ്ങളെല്ലാം സമർപ്പിച്ച് ആരാധിച്ച് ഈ ആരാധന എൻ്റെ വിടുതലാണ്. ഈ ആരാധന എൻ്റെ വിടുതലാണ്. ഈ ആരാധന എൻ്റെ ആനന്ദമാണ്. ഈ ആരാധന എൻ്റെ സൗഖ്യമാണ്. ഈ ആരാധന എൻ്റെ സന്തോഷമാണ്. പഠിക്കേ. ഈ ആരാധന എൻ്റെ വിടുതലാണ്. ഈ ആരാധന എൻ്റെ ആനന്ദമാണ്. ഈ ആരാധന
എന്റെ സൗഖ്യമാണ്. യെസ്, ഈ ആരാധന എന്റെ വിടുതലാണ്. ആമേൻ. ഈ ആരാധന എന്റെ, ഈ ആരാധന. ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി. ഈ ആരാധന, ഈ ആരാധന, ഈ ആരാധന. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈശോയെ വിളിക്കട്ടെ. പോരാ. ഈ ആരാധന എന്റെ വിടുതലാണ് കർത്താവേ. എന്റെ ശരീരം, എന്റെ മനസ്സിന്റെ ചിന്തകൾ, ആലോചനകൾ, എന്റെ ജീവിതം മുഴുവൻ കർത്താവേ നിന്റെ കരങ്ങൾ സമർപ്പിച്ച് ആരാധിക്കുന്നു. കർത്താവേ, അങ്ങ് ഇടപെടുന്നു. കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ആരാധന എന്റെ വിടുതലാണ്. ഈ ആരാധന എന്റെ ആനന്ദമാണ്. ഈ ആരാധന എന്റെ സൗഖ്യമാണ്. ഈ ആരാധന എന്റെ സന്തോഷമാണ്. ആരാധന 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 ആരാധന. ഓരോ വ്യക്തിയും സ്വയം ഉള്ളിൽ പറയണം, എന്റെ ഈ ആരാധന എന്റെ വിടുതലാണ് കർത്താവേ. ഈ ആരാധന എന്റെ വിടുതലാണ്. ഈ ആരാധന എന്റെ ആനന്ദമാണ്. ഈ ആരാധന എന്റെ സൗഖ്യമാണ്. എന്റെ സൗഖ്യമാണ്. ഈ ആരാധന എന്റെ സന്തോഷമാണ്. എന്റെ സന്തോഷമാണ്. പഠിക്ക. ഈ ആരാധന എന്റെ വിടുതലാണ്. ഈ ആരാധന. ആമേൻ. ഈ ആരാധന എന്റെ സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരൊന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. പോരാ, നല്ല വെടിക്കെട്ട് കൈയടി കൊടുത്തേ. കരങ്ങൾ ഉയർത്തിയൊന്ന് കൈയടിച്ചേ. ഹല്ലേലൂയ. ഇരുന്നേ. പ്രിയപ്പെട്ടവരെ, ആരാധിക്കുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ വിശുദ്ധ ഗ്രന്ഥം ഇഷ്ടം പോലെ അഭിഷേകവും അനുഗ്രഹവും വാരി വിതറുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 25-ഉം 26-ഉം 4 വാഗ്ദാനങ്ങളെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 4 കാര്യങ്ങളും നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളാണ്, അടിസ്ഥാന കാര്യങ്ങളാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് വേണ്ട 4 അടിസ്ഥാന കാര്യങ്ങളാണ്. അതിൽ ഒന്നാമതായിട്ട് വചനം പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭക്ഷ്യവും പാനീയവും. ഭക്ഷ്യം എന്ന് പറഞ്ഞാൽ അപ്പം, പാനീയം വെള്ളം, അല്ലേ? ഈശോ തന്നെ നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം, സ്വർഗസ്ഥനായ പിതാവിനോട് നമ്മൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? അന്നന്ന് വേണ്ട അപ്പം, ആഹാരം നൽകണമേ. ആഹാരം, ഭക്ഷ്യം. ഭക്ഷ്യവും പാനീയവും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മുടെ ഭൗതിക സമൃദ്ധി, മെറ്റീരിയൽ ബ്ലെസ്സിങ്ങിനെ കുറിച്ചാണ്. നമ്മുടെ പലരുടെയും ഓട്ടം എന്തിനു വേണ്ടിയിട്ടാണ്? കഴിഞ്ഞ ദിവസം ഒരാളെ ധ്യാനത്തിന് വിളിച്ചപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു, അച്ഛാ അരി മേടിക്കണ്ടേ? ഞാൻ ചോദിച്ചു, മേടിച്ചോ? അല്ലച്ചാ, ധ്യാനത്തിന് വന്നാൽ പിന്നെ അരി മേടിക്കണ്ടേ? ഞാൻ ഓടുന്നതുകൊണ്ട് അച്ഛാ വീട്ടിലെ കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു, ഇപ്പോൾ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത്ര ശുഭകരമല്ലല്ലോ. അല്ലച്ചാ, അതൊക്കെ അവർക്ക് പറയാം. ഞാനാണ് അരി മേടിക്കുന്നത്. അപ്പോൾ ഇയാൾ ഒത്തിരി ഓടുന്നുണ്ട്, അരിയൊക്കെ മേടിക്കുന്നുണ്ട്, പക്ഷേ വീട്ടിലെ അവസ്ഥ വളരെ മോശമാണ്. അപ്പം അതുകൊണ്ടൊരു ധ്യാനം ഇവർക്ക് അത്യാവശ്യമാണെന്നത് കൊണ്ടാണ് ഇദ്ദേഹത്തോട് പറഞ്ഞത്. അപ്പോൾ ഇയാൾ പറഞ്ഞത്, അച്ഛാ ഞാൻ അരി മേടിക്കണ്ടേ? അരി മേടിച്ചോളൂ, പക്ഷേ ഈ അരി മേടിച്ചാൽ കഴിക്കുന്നത് ദഹിക്കണ്ടേ? നമ്മുടെ ഉള്ളിൽ അത് പ്രവർത്തിക്കണ്ടേ? കുടുംബത്തിൽ സമാധാനം വേണ്ടേ? അത് പലരും മറന്നുപോകും. വചനം പഠിപ്പിക്കുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിച്ചാൽ നിന്റെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കപ്പെടും. ഫസ്റ്റ് സെർച്ച് ദ കിങ്ഡം ഓഫ് ഗോഡ്. മത്തായി സുവിശേഷം 6:31, 32, 33 അറിയാവുന്ന വചന ഒന്ന് പറഞ്ഞേ. മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 31, 32, 33 വായിച്ചോ. അതിനാൽ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങളിൽ ആകുലരാകേണ്ട. നമ്മുടെ ആകുലത ഏതാ? ഈ പറഞ്ഞതാ നമ്മുടെ ആകുലത. ഇതാ വചനം പറയുന്നു, നീ ഇതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊണ്ടിരിക്കണ്ടെന്ന്. ഇതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊണ്ടിരിക്കണ്ട.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കേട്ടോ, നമ്മുടെ പലരുടെ ആകുലത എന്തിനെ കുറിച്ചാണെന്ന് ചിന്തിച്ചാൽ മതി. എന്തിനെ കുറിച്ചാണെന്ന് ചിന്തിച്ചാൽ മതി. പലരുടെ ആകുലത എന്തിനെക്കുറിച്ചാണ്? വചനം പറയുന്നത്, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് അവരൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരു കുടുംബം വരുക. അപ്പോൾ അവർ പറഞ്ഞ സമയം കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞാണ് വന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ വൈകിയത്? നിങ്ങൾ വരുമെന്ന് കരുതി ഞാൻ ഇത്രയും നേരം കാത്തിരുന്നില്ലേ? അപ്പോൾ അമ്മ മകളെ ചൂണ്ടിക്കാണിച്ച്, അച്ഛാ ഇവൾ ഒരുങ്ങാൻ വേണ്ടി പോയതാ. ഞാൻ പറഞ്ഞു, ഒരുങ്ങാൻ? എന്തൊരുങ്ങാൻ? ഇങ്ങോട്ടല്ലേ വന്നത്, വേറെ ഫാഷൻ ഷോയ്ക്കൊന്നും അല്ലല്ലോ പോയത്. കാര്യമായ ഒരുക്കമൊന്നും നടത്തതായിട്ട് കാണാനുമില്ല. അപ്പോൾ ചോദിച്ചു വന്നപ്പോഴത്തേക്കാണ് അമ്മ പറഞ്ഞത്, അച്ഛാ രാവിലെ ഈ മകൾ എന്ത് ടോപ്പ് ഇട്ടുകൊണ്ട് ഇങ്ങോട്ട് വരണം എന്നുള്ളതായിരുന്നു അവളുടെ ഉത്കണ്ഠ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നും ഇല്ലേ, ഡ്രസ്സ് ഇല്ലേ? ഇല്ലേന്ന്. ഒരലമാരി മുഴുവൻ ഇരിക്കുക അച്ഛാ, ഒരലമാരി മുഴുവൻ ഇരിക്കുക. അത് മുഴുവൻ ഇവളുടെ ടോപ്പാ. ഇവൾ ഒരെണ്ണം എടുക്കും മാറ്റിയിടും, ഒരെണ്ണം എടുക്കും മാറ്റിയിടും, ഒരെണ്ണം എടുക്കും മാറ്റിയിടും. അച്ഛാ ഈ കഴിഞ്ഞ 2.5 മണിക്കൂറായിട്ട് ഇവളുടെ വീട്ടിൽ കിടന്ന് കാണിച്ചുകൊണ്ടിരുന്ന ഇതാണ്. എന്തായിരുന്നു ഇവളുടെ ഉത്കണ്ഠ? എന്തിടും. ഇടാനില്ലാഞ്ഞിട്ടാണോ? അല്ല, ഇത്രയോ ഉണ്ടായിട്ട് ഈ അവസ്ഥ. നമുക്ക് പിന്നെ ബാധകമല്ലല്ലോ, വെള്ള വസ്ത്രം ധരിച്ച് ഇങ്ങോട്ട് പോന്നാൽ മതിയല്ലോ. ഒരെണ്ണേ ഉള്ളോ? 2-3 ഉണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. അതായത് ശ്രദ്ധിച്ചേ, വചനം പഠിപ്പിക്കുന്നത് നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ ഉത്കണ്ഠപ്പെടുന്നത്. എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്, നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് പറയുന്നു. 33-ാം വചനം, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഫസ്റ്റ് സെർച്ച് ദ കിങ്ഡം ഓഫ് ഗോഡ്. എവ്രിതിങ് വിൽ ആഡഡ് ടു ഇറ്റ്. അതിൻ്റെ കൂടെ ബാക്കി എല്ലാം കിട്ടും. ദൈവത്തെ അന്വേഷിച്ചാൽ, ദൈവത്തോട് നീ സ്നേഹമുണ്ടെങ്കിൽ ബാക്കി എല്ലാം നിനക്ക് കൂടെ കിട്ടുമെന്ന് ശ്രുതി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കേട്ടോ, ദൈവത്തെ അന്വേഷിച്ചാൽ ബാക്കി എല്ലാം കൂടെ കിട്ടും. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുത്തേ, ദൈവത്തെ അന്വേഷിച്ചാൽ, ദൈവത്തെ സ്നേഹിച്ചാൽ ബാക്കിയെല്ലാം കൂടെ കിട്ടും. ഹല്ലേലൂയാ. ഇത് നമ്മൾ വിശ്വസിക്കണം, പഠിക്കണം കേട്ടോ. സങ്കീർത്തനം 23:1 നമ്മൾ എന്താ പ്രഖ്യാപിക്കുന്നത്? അറിയാവുന്ന വചനമാണല്ലോ പറഞ്ഞേ. സാം 23:1 പറഞ്ഞേ, കർത്താവിന്റെ ഇടയനാവുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കണ്ടോ, ഒന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവിന്റെ ഇടയനാവുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് നമ്മളെ പഠിച്ചിട്ടുള്ളൊരു വചനമാണ് ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 19-ാം തിരുവചനം. ഫിലിപ്പി 4:19 അറിയാവുന്നവർ കാണാതെ പറഞ്ഞോ. എന്റെ ദൈവം തന്റെ സർവമഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. കണ്ടോ, ആവശ്യമുള്ളതെല്ലാം നൽകും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം ദൈവം തരും. ദൈവം തരുമെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. ഇന്നലെ ധ്യാനത്തിന് വന്ന ഒരു സ്ത്രീ, ബാംഗ്ലൂരിൽ നിന്ന് വന്നൊരു സ്ത്രീയാണ്. ഈ സ്ത്രീ ധ്യാനത്തിന് വന്ന് 1-ാം ദിവസം തൊട്ട് എൻ്റെ ദൈവമേ, ഈ സ്ത്രീ ഇങ്ങനെ തല മുഴുവൻ പുകയുന്ന പോലെ നടക്കുക, ഓടി ഓടി നടക്കുന്നു. അച്ഛാ എൻ്റെ മകൻ്റെ കാര്യം. ഞാൻ ചോദിച്ചു, എവിടെ മകൻ? അവൻ വന്നിട്ടില്ല, അവൻ വീട്ടിൽ ഇരിക്കുക. അച്ഛാ അവനൊരു ജോലി നഷ്ടപ്പെട്ടത് കൊണ്ട് അവൻ ഭയങ്കര ഡിപ്രഷനിലോട്ട് പോയിരിക്കുന്നു. അതാ അസ്വസ്ഥത. യോ അച്ഛാ. അപ്പം ഞാൻ ചോദിച്ചു, എങ്ങനെ ഇവിടെ വന്നു? അച്ഛാ ഞാൻ ഒന്നും ആലോചിച്ചില്ല, കണ്ണും പൂട്ടി ഞാൻ പോട്ട ആശ്രമത്തിലോട്ട് പോന്നു. ബാംഗ്ലൂരിൽ ഇരുന്ന എനിക്ക് ഒരു പ്രചോദനം കിട്ടി, നേരെ പോട്ട ആശ്രമത്തിലോട്ട് പോവുക, അവിടെ ഉത്തരം കിട്ടുമെന്ന്. അച്ഛാ ഉത്തരം പറ അച്ഛാ. ഞാൻ പറഞ്ഞു, എനിക്കറിഞ്ഞൂടാ ചേച്ചി, നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഞായറാഴ്ച ഇവിടെ ആകപ്പാടെ ചിലരെയൊക്കെ ഇവിടെ കണ്ടിട്ടുണ്ടാവും. ഇവരെ വെരുകിനെ പോലെ ഈ ചേച്ചി ഓടി നടന്നതാണ്. ഇന്നലെ വന്ന് ആ ചേച്ചി ഒരു സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ ഇന്നലെ രാവിലെ നമ്മൾ ധ്യാനം രാവിലെ ഉച്ചയ്ക്കാണ് കഴിയുന്നതെങ്കിൽ രാവിലെ ഞങ്ങൾ മൊബൈൽ ഫോണൊക്കെ കൊടുക്കും. അവർക്ക് മൊബൈൽ ഫോൺ കൊടുക്കും, തിരിച്ചു കൊടുക്കും. യാത്രയുടെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കും. ധ്യാനത്തിന് വരുമ്പോൾ മൊബൈൽ മേടിച്ച് വെക്കും. അപ്പോഴാണ് സങ്കടം കാണേണ്ടത് പലരുടെയും. അയ്യോ, ചങ്ക് പറഞ്ഞു പോകണ പോലത്തെ അവസ്ഥയാണ്. കാരണം മൊബൈലില്ലാതെ എങ്ങനെ ഞാൻ ജീവിക്കും, അല്ലേ? അപ്പോൾ നമ്മളത് മേടിച്ച് ഇവിടെ വയ്ക്കും. അവരുടെ ചങ്ക് മേടിച്ച് നമ്മളവിടെ വയ്ക്കും. എന്നിട്ട് ഇന്നലെ തിരിച്ചു കൊടുക്കും. അപ്പോൾ ഇന്നലെ ഈ ചേച്ചിയോട് ഞാൻ പൊതുവേ പറഞ്ഞു, നിങ്ങൾ ഉച്ച സമയത്തെ നിങ്ങൾ മൊബൈൽ ഫോൺ തുറക്കാവൂ. നിങ്ങൾ അത്യാവശ്യമുള്ളവർ മാത്രം, യാത്രാ കാര്യങ്ങൾ മാത്രം ക്രമീകരിക്കാൻ മൊബൈലൊക്കെ ഓൺ ചെയ്തോളൂ. അല്ലെങ്കിൽ മൊബൈൽ ഫോൺ എടുക്കേണ്ട കാര്യമില്ല
ധ്യാനം കഴിഞ്ഞിട്ട് മതി, നിങ്ങളുടെ അഭിഷേകം കളയണ്ട, ആരാധന പ്രാർത്ഥനയൊക്കെ ഉണ്ടതാ. പക്ഷേ ഇപ്പോൾ ഈ ചേച്ചി വന്നിട്ട് പറയാം, അച്ഛാ ക്ഷമിക്കണം, അച്ഛൻ പറഞ്ഞത് ഞാൻ അനുസരിച്ചില്ല, ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ തുറന്നു. അച്ഛാ എൻ്റെ ഒരു തിരിച്ചുള്ള യാത്ര ടിക്കറ്റിൻ്റെ കാര്യമൊക്കെ നോക്കാനാണ്, പക്ഷെ അച്ഛാ ഞാൻ ഞെട്ടി അച്ഛാ. ഞാൻ പറഞ്ഞു എന്നത്തിന് ഞെട്ടിയത്? അച്ഛാ ദേ ഇന്ന് രാവിലെ എൻ്റെ മകൻ്റെ മെസ്സേജ്, അച്ഛാ കാണച്ചാ, എൻ്റെ മകന് ഒരു നല്ല ജോലി റെഡി ആയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അച്ഛാ ദേ എനിക്ക് സന്തോഷായി അച്ഛാ, ഞാൻ ഈ പോട്ടാശ്രമത്തിലോട്ട് വന്നത് അച്ഛാ എനിക്ക് ആശ്വാസമായി, എൻ്റെ ഭാരം മാറി. അടുത്ത സെൻറ്റൻസ് അതാ, എൻ്റെ ഭാരം മാറി അച്ഛാ, എനിക്ക് തുള്ളിച്ചാടാനുള്ള സന്തോഷം. ജോലി കിട്ടിയതിനേക്കാൾ ഉപരിയായി, ജോലി അല്ലായിരുന്നു അച്ഛാ, ജോലി ഒരു വശത്ത്, പക്ഷെ അതിനേക്കാൾ ഉപരിയായി എൻ്റെ കർത്താവ് എനിക്കൊരടയാളം തന്നു. അതാണ് എൻ്റെ വിശ്വാസം, എനിക്കൊരടയാളം തന്നു. ഹല്ലേലൂയാ. ദൈവത്തെ സ്നേഹിക്കാൻ തീരുമാനിക്കുമ്പോൾ ദൈവം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇത് നമ്മൾ വിശ്വസിക്കണം. പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നല്ല, ദുരിതങ്ങൾ ഉണ്ടാവില്ല എന്നല്ല, രോഗങ്ങൾ ഉണ്ടാവില്ല എന്നല്ല, ഇതെല്ലാം ഉണ്ടാകും. പക്ഷേ ഇതിനിടയിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കർത്താവ് ചില അടയാളങ്ങൾ തന്ന്, അത്ഭുതങ്ങൾ തന്ന് നമ്മളെ ഇങ്ങനെ മുമ്പോട്ട് ചലിപ്പിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയാ. നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കുവിൻ, നിന്റെ ഭക്ഷ്യവും പാനീയവും നിന്റെ ഭൗതിക സമൃദ്ധി കർത്താവ് അനുഗ്രഹിക്കും. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയാ. രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ? നിങ്ങളുടെ രോഗം നിർമാർജനം ചെയ്യും, നീക്കിക്കളയും. വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുന്ന ഒരു ഉറപ്പ്, ബൈബിളിൻ്റെ ആരംഭം മുതലുള്ള ഒരു ഉറപ്പെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവം ഞാനാകുന്നു. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 26-ാം തിരുവചനം നമുക്കറിയാവുന്ന വചനമാണ്. പറഞ്ഞ ഒച്ചത്തിൽ പറഞ്ഞേ, ഞാനാണ് നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവ് എന്ന് പറഞ്ഞാൽ സൗഖ്യത്തെക്കുറിച്ച് ഇവിടെ ഇരിക്കുന്നവർ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും രോഗപീഠകളെക്കുറിച്ച് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ വിശ്വസിച്ചു കൊള്ളുക. വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുന്ന ഉറപ്പെന്നാണെന്നറിയാവോ? ആവർത്തിച്ച് പഠിപ്പിക്കുന്നത് നിന്നെ സൗഖ്യപ്പെടുത്തുന്ന ദൈവം ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നീ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥകളിൽ ഞെരുങ്ങി വിഷമിച്ച് പരാതി പറഞ്ഞ് പിറുപിറുത്ത് ജീവിക്കേണ്ടതല്ല. നിനക്ക് രക്ഷ നൽകുന്ന, സൗഖ്യം നൽകുന്ന ഒരു ദൈവം ഉണ്ട്. ഹല്ലേലൂയാ. സങ്കീർത്തനം 103 അതിൻ്റെ 3-4 തിരുവചനം വായിച്ചാലോ? 2-3 വായിച്ചോ. സങ്കീർത്തനം 103, ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 103, 103 അതിൻ്റെ 2-3 തിരുവചനം. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. കണ്ടോ? ഹല്ലേലൂയാ. നിന്റെ രോഗപീഠകളെ സൗഖ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയാ. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം, ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 5 വേഴ്സ് 15, 5-ാം അധ്യായം 15-ാം തിരുവചനം ഏതാ? അറിയാവുന്നവർ പറഞ്ഞേ. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. നിന്റെ ജീവിതത്തിൽ ഇത് ശാരീരിക രോഗപീഠയെക്കുറിച്ച് മാത്രമൊന്നുമല്ല, ഏത് തരത്തിലുള്ള ഭാരമായിക്കൊള്ളട്ടെ കർത്താവ് നിന്നെ സുഖപ്പെടുത്തും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇന്നലത്തെ മറ്റൊരു സാക്ഷ്യം, കണ്ണൂരിൽ നിന്ന് വന്ന ഒരു ചെറുപ്പക്കാരൻ, നല്ല മിടുക്കൻ ചെറുപ്പക്കാരൻ. ഇന്നലെ അവൻ പറഞ്ഞ സാക്ഷിയാണ്. അവൻ ഈ അൾത്താരയുടെ മുമ്പിലേക്ക് മൈക്ക് പിടിച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞ കാര്യം, ഞാനിങ്ങനെ ഈ സ്റ്റേജിൽ ഈ മൈക്ക് പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് തന്നെ അത്ഭുതമാണ്. കാരണം അവൻ പറഞ്ഞു, എനിക്കിങ്ങനെ ആൾക്കൂട്ടത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ പേടിയാണ്, എനിക്ക് സ്റ്റേജ് ഫിയർ ഉണ്ട്, എനിക്ക് അപകർഷതാബോധമുണ്ട്, പക്ഷേ എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് കർത്താവാണ്. മിടുക്കൻ. ഹല്ലേലൂയാ. എന്നിട്ട് അവൻ പറയാ, എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം എൻ്റെ ഉള്ളിൽ തോന്നുന്നു. അടുത്ത സെന്റൻസാ, എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം എനിക്ക് തോന്നുന്നു. എന്ത് തോന്നുന്നു? സന്തോഷം. അപ്പോൾ അവനിവിടെ ധ്യാനത്തിന് വന്ന അവസരത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 1.5 വർഷമായിട്ട് അവൻ പള്ളി പ്രാർത്ഥനയെല്ലാം ഉപേക്ഷിച്ച് ചെറുക്കനാണ്. അപ്പോൾ അവരതിൻ്റെ കാരണങ്ങളൊക്കെ പറഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ വിചാരിച്ച പല കാര്യങ്ങളും നടന്നില്ല. ഇവൻ പരീക്ഷയിൽ പല കാര്യങ്ങളിലും പരാജയപ്പെട്ടു. മൊത്തത്തിൽ ഒരു അസ്വസ്ഥത. അപ്പോൾ ഇവൻ്റെ അങ്കിള് ഒരു വൈദികനുണ്ട്. അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്കൊരു ധ്യാനം കൂടണം. അപ്പോൾ അങ്കിള് ഞെട്ടി, നിനക്ക് ധ്യാനമോ? കാരണം ഇവൻ ധ്യാനം, പള്ളി, പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലർജിയായിട്ട് നടക്കുന്നവനാണ്. അപ്പോൾ അങ്കിളിൻ്റെ നിർദ്ദേശപ്രകാരം അവൻ ഇവിടെ എത്തിയത്. അപ്പോൾ ഇവൻ ഈ സ്റ്റേജിൽ ഇങ്ങനെ ഈ മയക്ക് പിടിച്ചുകൊണ്ട് പറഞ്ഞ മറ്റൊരു കാര്യം എന്താണെന്നറിയോ? ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് സെമിനാരിയിൽ വൈദികനാകാൻ പോയ ആളാണ്.
എനിക്ക് ഒരു വൈദികനാകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ കുഴപ്പം സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കാൻ പേടിയാണ്. അപ്പോൾ സെമിനാരിൽ ചെന്ന് അധിക നാൾ കഴിയുന്നതിന് മുമ്പ് അവിടെ ഒരു കൾച്ചറൽ പ്രോഗ്രാം, ഒരു കലാപരിപാടി അവതരിപ്പിക്കണം. അപ്പോൾ അവരൊരു നാടകം അറേഞ്ച് ചെയ്തു. അതിൽ ഇവനെയാണ് കേന്ദ്ര കഥാപാത്രം ഈശോയായിട്ട് തിരഞ്ഞെടുത്തത്. പറ്റിയ പാർട്ടി. ഇവൻ പറയുക, ഞാൻ ഈശോ. ഈ പരിപാടി എങ്ങനെ മുന്നോട്ട് നീങ്ങും? റിഹേഴ്സൽ മുന്നോട്ട് നീങ്ങുന്നു. പ്രോഗ്രാം തട്ടേ കയറുന്നതിൻ്റെ 10 ദിവസം മുമ്പ് സെമിനാരിയിൽ നിന്നിവൻ ചാടി. കാരണം ഇവന് സ്റ്റേജിൽ നിൽക്കാൻ പേടിയാ. സെമിനാരിയിൽ നിന്ന് ചാടിപ്പോന്നു. പിന്നെ ഇവൻ്റെ ജീവിതം കറങ്ങി 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 ആ പരീക്ഷ ഈ പരീക്ഷ, ജർമ്മൻ, കാനഡ, ഓസ്ട്രേലിയ, ILTC, OIT. എൻ്റെ പൊന്നോ, ഇവൻ പറയാണ് ഞാൻ ആകെ പരിവക്കേടായി. എന്നാൽ ഈ കഴിഞ്ഞ 1.5 വർഷമായിട്ട് പള്ളിയും പ്രാർത്ഥനയും ഒന്നും ഇല്ല, ആകെപ്പാടെ ഞാൻ ജീവിതത്തിൽ തീർന്നു എന്ന് കരുതി നിന്ന് മാനസിക ദുഃഖത്തിൽ നിന്നതാ. ഇവൻ ഈ മൈക്ക് പിടിച്ചോണ്ട് പറയുകയാണ്, എന്നെ കർത്താവ് ഈ ജനക്കൂട്ടത്തിന്റെ മുമ്പിൽ നിർത്തി. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരു വലിയൊരു സാക്ഷ്യമാണ്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ചിലരെ കേട്ടോണ്ടിരിക്കുമ്പോൾ ഇതിലെന്താ ഇത്ര വലിയ കാര്യമുള്ളതെന്നൊക്കെ ചിന്തിക്കും. പക്ഷേ ഓരോ മനുഷ്യന്റെ അവസ്ഥ, ഓരോ വ്യക്തിയുടെയും ഉള്ളിലൂടെ കടന്നു പോകുന്ന അവസ്ഥ അത് വളരെ വ്യത്യസ്തം. ആ ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ വലിയൊരു ഭാരമായിരുന്നു അത്. അവൻ ഇന്നോളം മറ്റുള്ളവരുടെ മുമ്പിൽ ഒളിച്ച് ജീവിച്ചുകൊണ്ടിരുന്നതാ. അവൻ്റെ ഈ കുറവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാതിരിക്കാൻ വേണ്ടി അവന് കുഴപ്പമില്ല എന്നും പറഞ്ഞ് നടന്നു. എന്നാൽ അവന് ഈശോയുടെ മുമ്പിലിരുന്ന് യഥാർത്ഥ ആരാധനയും ശുശ്രൂഷയും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ കർത്താവ് അതിശക്തമായി പ്രവർത്തിച്ചു. നല്ല കയ്യടി കർത്താവ് ഈശോയ്ക്ക് കൊടുത്തേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവം ഇടപെടുന്നു. ഈ ചെറുപ്പക്കാരൻ സാക്ഷ്യം പറഞ്ഞ് മാറിക്കഴിഞ്ഞപ്പോൾ ദാണ്ടെ വേറൊരു ചെറുപ്പക്കാരൻ കയറി വന്നു. ഞാൻ അവനെ കണ്ട് ഞെട്ടി. കാരണം ആ ചെറുപ്പക്കാരൻ പോട്ട ആശ്രമത്തിൻ്റെ ഒരു അംഗമാണ്. പേര് ജോയേൽ. ഇവിടെ ഉണ്ട്. ഈ ജോയേൽ കയറി വന്നിട്ട് പറഞ്ഞു, എനിക്ക് സ്റ്റേജിൽ നിൽക്കാൻ പേടിയായിരുന്നു, ദേ ഞാൻ നിൽക്കുന്നു. എന്നിട്ട് ഇവൻ പറഞ്ഞു, ഞാൻ ഇടുക്കി സ്വദേശിയാണ്, എൻ്റെ ജീവിതത്തിൽ കുറേ അധികം കുറവുകൾ. കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഞാൻ ഈ പോട്ട ആശ്രമത്തിലുണ്ട്. പലരും പറഞ്ഞടാ നീ ഒരു ധ്യാനം കൂട്. ധ്യാനം പിന്നെ അവനിവിടെ വണ്ടി ഓടിക്കാൻ വേണ്ടി വന്നവനാണ്. ഇവൻ നാട്ടിൽ പല 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 പരിപാടികളുമായിട്ട് നടക്കുമായിരുന്നു. അങ്ങനെ പരിപാടികളൊക്കെ ആയിട്ട് നടക്കുമ്പോൾ ഒരു കൂട്ടുകാരൻ വിളിച്ച് പറഞ്ഞടാ, നിനക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര ക്രൈസ് ആണല്ലോ, നിന്നെ ഒരു കാര്യം ചെയ്യാം, ഒരു സ്ഥലത്ത് നിന്നെ വണ്ടി ഓടിക്കാൻ വിടാം. അപ്പോൾ ഇവൻ ചോദിച്ചു, എത്ര രൂപ കിട്ടും? അതൊക്കെ തരാമെന്ന് പറഞ്ഞു. നീ നാളെ നേരം വെളുക്കുമ്പോൾ 3 മണിക്ക് എഴുന്നേറ്റ് പൊക്കോണം, ഇന്നത് അഡ്രസ്സ്. ഇവൻ ഈ അഡ്രസ്സ് കയറി വന്നത് എവിടെയാണെന്നറിയോ? ദേ നമ്മുടെ ഗേറ്റ് കടന്ന് പോട്ട ആശ്രമത്തിൽ. ഇവിടെ വന്നപ്പോഴാണ് പോട്ട ആശ്രമം, ദൈവമേ. അവൻ കണക്ക് കൂട്ടി, ഞാൻ ഇവിടെ ഒരാഴ്ച നിൽക്കുള്ളൂ. കാരണം ഈ അന്തരീക്ഷം എനിക്ക് പറ്റിയതല്ല. നാട്ടിൽ ഇടുക്കിയിൽ അടിച്ചു പൊളിച്ച് കൂട്ടുകാരുടെ കൂട്ടത്തിൽ അവൻ പല പരിപാടിയും കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് പോട്ട ആശ്രമത്തിൽ തളയ്ക്കപ്പെട്ട ജീവിതം. ദൈവപിണി എന്ത് ചെയ്യും? ആ മിടുക്കൻ പറഞ്ഞത്, ഒരാഴ്ച മാത്രം താമസിക്കാൻ വന്ന ഞാനിപ്പോൾ 1.5 വർഷമായിട്ട് ഇവിടെ നിൽക്കുന്നു എന്ന് മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതകരമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. നല്ല കയ്യടി കർത്താവ് ഈശോയ്ക്ക് കൊടുത്തേ. ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഒരു കാര്യം വിശ്വസിച്ചു, നിങ്ങൾ ആര് തന്നെയാണെങ്കിലും, നിങ്ങളുടെ ജീവിത അവസ്ഥ എന്തു തന്നെയാണെങ്കിലും ഒരു കാര്യം കർത്താവ് ഉറപ്പ് നൽകുന്നു. നീ നിന്റെ ജീവിതത്തെ കർത്താവിന് സമർപ്പിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ, ഭൗതിക മേഖല, രോഗപീഠകൾ, നീ കണക്ക് കൂട്ടിക്കൊണ്ട് നടക്കുന്ന ഏത് കാര്യത്തിലും നിന്റെ കർത്താവ് ഇടപെടും. വിശ്വസിക്കുന്നവര് 2 കരങ്ങൾ ഉയർത്തി ഒന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. അപ്പോൾ അതായത് നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കുക, അപ്പോൾ നിന്റെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കപ്പെടും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ ഭൗതിക മേഖലകൾ അനുഗ്രഹിക്കപ്പെടും. രണ്ടാമതായിട്ട് പറയുന്നു, രോഗപീഠകൾ, ശാരീരികമോ മാനസികമായ ഏത് പീഡകൾ സൗഖ്യപ്പെടും. മൂന്നാമതായിട്ട് പറയുന്നത് എന്താണ്? നിങ്ങളുടെ ദേശത്ത് ഗർഭഛിദ്രമോ വന്ധ്യതയോ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയരെ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടും ആ വാക്കിൻ്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടും.
ഒരു കുഞ്ഞ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. സങ്കീർത്തനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സങ്കീർത്തനം അല്ലേ, ഒന്ന് വായിച്ച സങ്കീർത്തനം 127 വചനം 3. അറിയാവുന്ന വചനമായിരിക്കും, എങ്കിലും ഒന്ന് ഒച്ചത്തിൽ പറഞ്ഞേ. കർത്താവിന്റെ കേട്ടില്ല. ദാനമാണ് മക്കൾ. ആ ഒച്ചത്തിൽ പറഞ്ഞേ. കർത്താവിന്റെ ദാനമാണ് മക്കൾ. ആ, ഉദരഫലം ഒരു സമ്മാനവും. ഉദരഫലം ഒരു സമ്മാനം. എഴുതി വെച്ച് പ്രാർത്ഥിച്ചോണം കേട്ടല്ലോ. കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ദമ്പതികൾ, ഗ്രാൻഡ് പേരൻസ് ഒക്കെ ഈ വചനം എഴുതി വെക്കണം. സങ്കീർത്തനം 127 വചനം 3. അപ്പോൾ ചിലപ്പോൾ ഇപ്പോഴത്തെ ന്യൂജൻ ദമ്പതികൾ ചിന്തിക്കും, ഞങ്ങളുടെ കഴിവാണോ? അല്ലെന്ന്, ദൈവം കൊടുക്കുന്നതേ ഉള്ളൂ. പലരുടെയും കണക്കൂട്ടൽ എന്താ? അവർ 2 വർഷത്തേക്ക് ആദ്യം ഹണിമൂൺ അവരാഘോഷിക്കുന്നു. ഞങ്ങളുടെ ഇടയിൽ ഇനി മൂന്നാമതൊരാൾക്ക് ഇപ്പോൾ സ്ഥാനമില്ല. ഇനി ഞങ്ങൾ പദ്ധതിയിട്ട, ഞങ്ങൾ ആലോചിച്ച് വെക്കുന്ന സമയത്ത് കുഞ്ഞ്. അതല്ല, ദൈവമാണ് ഒരു കുഞ്ഞിനെ നൽകുന്നത്. ഉദരഫലം തമ്പുരാന്റെ സമ്മാനം. പ്രൈസ് ദി ലോർഡ്. ദൈവം തന്നെങ്കിലേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥം ആവർത്തിച്ച് പഠിപ്പിക്കുന്നതാണ്. ദൈവമാണ് ജീവന്റെ ഉറവിടം. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ടാണ് സന്താന സമ്പത്ത് അതൊരു സമ്പത്തായിട്ട് തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത്. പഴയ നിയമത്തിൽ പ്രത്യേകിച്ച് സാറായുടെ ജീവിതത്തിൽ അല്ലെ, ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം 1-2 തിരുവചനം സാറാമേനെ കുറിച്ച് പറയുന്നുണ്ട്. വീണ്ടും റാഹേലിനെ കുറിച്ച് പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 30 അധ്യായം അതിൻ്റെ 22 തിരുവചനം. സാമുവേലിന്റെ പ്രവചന പുസ്തകം 1 അധ്യായം ഹന്നാമയെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ പുതിയ നിയമത്തിൽ എലിസബത്തിനെ കുറിച്ച് ലൂക്കാസ് വിശേഷം 1 അധ്യായം പഠിപ്പിക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദരഫലം തമ്പുരാന്റെ സമ്മാനം. തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. 2 കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. പ്രത്യേകിച്ച് തലമുറകളിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉള്ളവരൊന്ന് പ്രാർത്ഥിച്ചോ. നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. ആരാധിക്കുമ്പോൾ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ഒരുപക്ഷെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ കുടുംബത്തിൽ വിവാഹ തടസ്സമുണ്ടെങ്കിൽ അത് പ്രാർത്ഥിക്കൂ. കർത്താവ് ആ തടസ്സം മാറ്റും. നിന്റെ ആരാധന സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ തടസ്സം മാറ്റപ്പെടും. കുടുംബത്തിൽ തലമുറകളായി നിങ്ങളുടെ കുടുംബത്തിൽ സ്വത്ത് വീതം വെപ്പ് നടന്നിട്ടില്ലെങ്കിൽ അതിനെ വെച്ച് പ്രാർത്ഥിച്ചേ. കുടുംബത്തിൽ സഹോദരങ്ങൾ തമ്മിൽ കലഹങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. കുടുംബത്തിൽ കുഞ്ഞില്ലാത്തതിന് ദുഃഖവുമായിട്ട് ഭാരപ്പെടുന്നവരുണ്ട്, പ്രാർത്ഥിച്ചേ. ഏതെങ്കിലും വിവാഹ ബന്ധത്തിൽ തകർച്ചകളും ഡിവോഴ്സിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. ആ മേഖലകളൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവ് ആ ബന്ധങ്ങളെ ഒന്ന് വിശുദ്ധീകരിക്കട്ടെ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ആരാധനയാണ് എൻ്റെ വിടുതല്. ഓ കർത്താവ്, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒന്ന് ചാടി എഴുന്നേറ്റ് 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. ദൈവസന്നിധിയിൽ ഉയർത്തിപ്പിടിച്ച് തലമുറകളിലായിട്ടുള്ള കുടുംബങ്ങളുടെ ഭാരങ്ങൾ കർത്താവ് മാറ്റുവാൻ കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു. ഈശോയേ, ഈ ആരാധന എന്റെ വിടുതലാണ്. കൈയടിച്ചു പഠിക്കേ. കരങ്ങൾ ഉയർത്തി കൈയടിച്ചാലോ? യെസ്, ഒരുമിച്ച്. ഈ ആരാധന എന്റെ വിടുതലാണ്. ഈ ആരാധന എന്റെ ആനന്ദമാണ്. ഈ ആരാധന എന്റെ സൗഖ്യമാണ്. ഈ ആരാധന എന്റെ സന്തോഷമാണ്. പഠിക്കേ. ഈ ആരാധന, ഈ ആരാധന. ഒരിക്കൽ കൂടെ. എന്റെ വിടുതലാണ്. ഈ ആരാധന എന്റെ ആനന്ദമാണ്. ഈ ആരാധന എന്റെ സൗഖ്യമാണ്. ആമേൻ. സന്തോഷമാണ്. ഒരിക്കൽ കൂടെ. എന്റെ വിടുതലാണ്. ഈ ആരാധന എന്റെ ആനന്ദമാണ്. ഈ ആരാധന എന്റെ സൗഖ്യമാണ്. ഈശോ, കരങ്ങൾ ഉയർത്തി ഈശോയെ ഒന്ന് വിളിച്ച് സ്തുതിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ദൈവമക്കളിലേക്ക് വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വസ്ഥമായിട്ടിരുന്നേ. പുറപ്പാട് പുസ്തകം 23 അധ്യായം 25-26. നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം. അപ്പോൾ നിന്റെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കപ്പെടും. നിന്റെ രോഗം നിർമ്മാർജ്ജനം ചെയ്യപ്പെടും. നിന്റെ ദേശത്ത് വന്ധ്യതയോ
ഗർഭഛിദ്രമോ ഉണ്ടാവുകയില്ല. അടുത്തത് എന്താ? നാലാമത്തെ വാക്ക്, വാഗ്ദാനം. നിനക്ക് ഞാൻ ദീർഘായുസ് തരും. ആഹാ, നിനക്ക് ഞാൻ ദീർഘായുസ്, ലോങ് ഇയേഴ്സ്. കലക്കി, ദീർഘായുസ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കാനാണ് നിങ്ങൾക്ക് ആഗ്രഹം? സത്യം പറ, എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കാനാണ് ആഗ്രഹം? ആഗ്രഹം ചേച്ചി, എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കാനാണ് ആഗ്രഹം? ഇപ്പം തന്നെ ഒരു പരുവക്കേടിലായിരിക്കണത്. എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കാനാണ് ആഗ്രഹം? 100. 100 അല്ല അല്ല ആഗ്രഹം, അല്ല ആഗ്രഹം 100. ഇപ്പോൾ എത്രയായി വയസ്സ്? പറയണ്ട. ചിലരിപ്പോഴാണ്, ദൈവമേ അത് ശരിയാണല്ലോ, ഇത്രയും പ്രായമായല്ലേ, ഇത്രയും പ്രായമായി അല്ലേ, ഡൈയൊക്കെ അടിച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു അല്ലേ, ഇത്രയും പ്രായമായി. എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കും ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട്? ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് ചേട്ടാ 100 വയസ്സ് വരെ എന്ന് പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കും? 100 കലക്കി. കൊള്ളാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കാനാണ് ഓരോരുത്തർക്ക് ആഗ്രഹം? മരിക്കാൻ ആഗ്രഹമുണ്ടോ ആർക്കെങ്കിലുമൊക്കെ? അച്ഛാ എനിക്ക് മരിക്കാൻ ആഗ്രഹമുണ്ട്, അങ്ങനെയുള്ളവർ കൈവക്കിക്കുക. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ആണോ? ഇത് 4-5 പേരുണ്ട് കേട്ടോ. അപ്പോൾ എന്തും പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പോകുന്നത്, എന്തും പറഞ്ഞാൽ പോകുന്ന ദൈവമേ, തിരിച്ചു ചെല്ലുമെന്ന് ഒരു ഉറപ്പും ഇല്ലല്ലേ. കുർബാനയിലൊക്കെ പ്രാർത്ഥിക്കുന്ന പോലെ ഇനിയൊരു ബലി അർപ്പിക്കാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ എന്നും പറഞ്ഞാൽ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശുദ്ധ ഗ്രന്ഥത്തിൽ ദീർഘായുസ് എന്ന് പറയുമ്പോൾ 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നതോ 200 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നതോ 80, 100, 70, 60, 50 അതല്ല. മറിച്ച് നീ എത്ര വർഷം ജീവിച്ചിരിക്കുന്നോ അത്രയും വർഷം ആക്റ്റീവായിട്ടിരിക്കും. അതാണ് ദീർഘായുസ്. പ്രൈസ് ദി ലോർഡ്. പുരിഞ്ചാച്ച എന്ത് മനസ്സിലായി എന്ന് പറഞ്ഞാൽ എന്നാ? എത്ര വയസ്സ് വരെ നീ ജീവിച്ചിരിക്കുന്നു അത്രയും വർഷം. ചിലപ്പോൾ നീ 20 വയസ്സ് വരെ ജീവിച്ചിരിക്കുള്ളൂ, ആ 20 വർഷം ആക്റ്റീവായിട്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും അല്ലേ? ചിലരുടെയൊക്കെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ ആരിയ്ക്കുന്ന പോലെയാണ്. ഞാൻ പറഞ്ഞില്ല, ചേച്ചിയാണ് പറഞ്ഞത്, ഡെഡ് ബോഡി എന്ന്. ശവം അങ്ങനെ പറയല്ല ചേച്ചി അല്ലേ? തൊട്ടടുത്തിരിക്കുന്ന ആത്മാവിൻ്റെ ആ ഇരിപ്പ് കണ്ട അങ്ങനെ തോന്നുവോ? അതായത് ചിലരുടെ നടപ്പ് കണ്ടു കഴിഞ്ഞാൽ ഇതെന്നതാ ദൈവം ഇങ്ങനെ അല്ലേ? ചിലരുടെ ഇരിപ്പ് കണ്ടാൽ തന്നെ മതി അല്ലേ? ഡെഡ് ബോഡി പോലെ ഇങ്ങനെ ഇരിപ്പുണ്ട്. ജീവനുണ്ടോ എന്ന് കുത്തി നോക്കണം. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നീ ആക്റ്റീവായിട്ടിരിക്കണമെന്ന്. നീ ആക്റ്റീവായിട്ടിരിക്കണം. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ നീ ആക്റ്റീവായിട്ടിരിക്കണം. തന്നെത്താനല്ല, അടുത്തിരിക്കുന്ന ആളോട് പറ. തന്നെത്താൻ പറയുക ഞാൻ ആക്റ്റീവ്. അത് അടുത്തിരിക്കുന്ന ആളോട് പറ. അതിനാരും ഇല്ലല്ലേ പറയാനായിട്ട്. പറഞ്ഞുവിട്, ആക്റ്റീവായിട്ടിരിക്കണം കേട്ടോ. ഹല്ലേലൂയ. കുറേ പേര് ഇവിടെ ക്ഷീണിച്ച് വിഷമിച്ച് ഭാരപ്പെട്ടല്ലേ? മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ വ്യക്തി എന്ത് വിളിക്കും? മരിച്ചു കഴിയുന്ന സമയം വരെ അല്ലേ? ഇപ്പം ചേച്ചിയുടെ പേര് സിന്ധു ചേച്ചി മരിച്ചു. അയ്യോ വേണ്ട, മരിച്ചു. മരിച്ചാൽ ഉടനെ ചേച്ചിയുടെ പേരെന്തായി? ശവം. ശവം, ഡെഡ് ബോഡി അല്ലേ? ഇത്രയും നേരം ആരായിരുന്നു? സിന്ധു ആയിരുന്നു. മരിച്ചു കഴിയുമ്പോൾ ആരായി? ശവമായി. അപ്പോൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ് ചലനം അല്ലേ? ചലനമില്ലെങ്കിൽ ആരായി? ശവമായി. അതായത് ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലിക്കുക, ആക്റ്റീവായിട്ടിരിക്കണം. ആക്റ്റീവായിട്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചിന്തിച്ച വിശുദ്ധരൊക്കെ എത്ര വർഷം ജീവിച്ചു? വിശുദ്ധരൊക്കെ എത്ര വർഷം ജീവിച്ചു? ഒരു 10, 100, 150, 200, 250 വർഷം ജീവിച്ചോ? പിന്നെ എത്ര വർഷം ജീവിച്ചു? ഏകദേശം എത്ര വർഷം ജീവിച്ചു? മരിയ ഗൊരോത്തി, വിശുദ്ധ മരിയ ഗൊരോത്തി എത്ര വയസ്സ് വരെ ജീവിച്ചു? 11 വയസ്സ് വരെ ജീവിച്ചുള്ളൂ മരിയ ഗൊരോത്തി. അൽഫോൻസാമ എത്ര വയസ്സ് വരെ ജീവിച്ചു? പറ. 36. ഡൊമിനിക് സാവിയോ, വിശുദ്ധ ഡൊമിനിക് സാവിയോ എത്ര വയസ്സ് വരെ ജീവിച്ചു? 14 വയസ്സ് വരെ ജീവിച്ചുള്ളൂ അല്ലേ? അലേഷ്യസ് ഗോൺസാഗ വിശുദ്ധനാണ്. എത്ര വയസ്സ് വരെ? 23 വയസ്സ് വരെ ജീവിച്ചുള്ളൂ.
23 വയസ്സ്. കൊച്ചുത്രേസ്യ പുണ്യവതി എത്ര വയസ്സ് വരെ? കേട്ടില്ല. 24. ഫൗസ്റ്റീനാമ നമ്മുടെ പ്രിയപ്പെട്ട ഫൗസ്റ്റീന കരുണയുടെ ഫൗസ്റ്റീനാമ എത്ര വയസ്സ് വരെ ജീവിച്ചു? 33 വയസ്സ് വരെ ജീവിച്ചു കേട്ടോ. 33 വയസ്സ്. ജോൺ ബെർക്കുമാനസ് വിശുദ്ധനാണ്. എത്ര വയസ്സ് വരെ? 22 വയസ്സ് വരെ. ഇന്നൊരു വിശുദ്ധന്റെ തിരുനാളാണല്ലോ. ആരാ? മാക്സിമിലിയൻ കോൾബ് എത്ര വയസ്സ് വരെ ജീവിച്ചു? ചുമ്മാ അങ്ങോട്ട് പറഞ്ഞേക്കുവാണോ? 47 അല്ലേ? ഫ്രാൻസിസ് ഓഫ് അസീസിയിലെ ഫ്രാൻസിസ് 44 വയസ്സ് വരെ ജീവിച്ചു അല്ലേ? 44 വയസ്സ് വരെ. സെയിൻറ്റ് ആൻ്റണി എത്ര വയസ്സ് വരെ ജീവിച്ചു? 35 എന്ന് പറഞ്ഞ് എന്ത് മനസ്സിലായി? ഇവരൊക്കെ ഇപ്പം ഇവിടെ ഇരുന്ന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലർ ദൈവമേ അയ്യോ എനിക്കതിൻ്റെ 3 ഇരട്ടിയായി അല്ലേ? അല്ല, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കുന്നതാണല്ലോ, ദൈവമേ അൽഫോൻസാമ 36, ഞാനിപ്പോൾ 75, എന്നിട്ടും വിശുദ്ധയായില്ലല്ലോ അല്ലേ? വിശുദ്ധനായില്ലല്ലോ. പ്രായമല്ല പ്രശ്നം. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ പ്രായമല്ല പ്രശ്നം. ചിലപ്പോൾ നമ്മൾ പറയത്തില്ല, പ്രായം കൂടുമ്പോഴത്തേക്ക് അത് മറച്ചു വയ്ക്കാം. പ്രായത്തിലല്ല കാര്യം, മനസ്സിലാണ് കാര്യം. മനസ്സിലാണ് ചെറുപ്പം വേണ്ടെന്നൊക്കെ പറയും. അത് തട്ടിപ്പാ. എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താ? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ എത്ര വർഷം ജീവിച്ചു എന്നുള്ളതല്ല, മറിച്ച് എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് പ്രധാനം. ഹല്ലേലൂയ. സങ്കീർത്തനം പറയുന്നു 90-ാം അധ്യായം അതിൻ്റെ 12-ാം തിരുവചനം. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 90, 90-ാം അധ്യായം അതിൻ്റെ 12-ാം തിരുവചനം ഒന്നിടത്തെ 12. ഞങ്ങളുടെ ആയുസ്സിന്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണേ. ഞങ്ങളുടെ ആയുസ്സിന്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇന്ന് ഏതാ ദിവസം? വെള്ളിയാഴ്ച. ദിവസം ഏത് 16? 16 അല്ല, 14. ഓഗസ്റ്റ് 14. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന വല്ലവരും ഉണ്ടോ? ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന വല്ലവരും ഉണ്ടോ? കൈവക്കാവോ? കുറേ ഒന്ന് എഴുന്നേറ്റ് ദൈവമേ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക കേട്ടോ. ഇത് സങ്കീർത്തനം 90 അല്ലെ? 3 പേരുണ്ടല്ലേ? പുറകെ വല്ലവരും ഉണ്ടോ? സങ്കീർത്തനം 90:12 കേട്ടോ ചേച്ചി. ഞങ്ങളുടെ ആയുസ്സിൻ്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയം ജ്ഞാനപൂർണമാകട്ടെ കേട്ടോ. ആയുസ്സിൻ്റെ ദിനങ്ങൾ എണ്ണാൻ ഓഗസ്റ്റ് മാസത്തിൽ ജന്മദിനങ്ങളുള്ളവരൊന്നും എഴുന്നേറ്റ്. ഓഗസ്റ്റ് മാസം സ്വാതന്ത്ര്യം കിട്ടിയ മാസമാണല്ലോ. ഓഗസ്റ്റ് മാസം ജന്മദിനക്കാരൊന്നും എഴുന്നേറ്റ്. ഓഗസ്റ്റ് മാസം ജന്മദിനക്കാർ കുറേ പേരുണ്ട്. വചനം കേട്ടോ. സങ്കീർത്തനം 90 അതിൻ്റെ 12-ാം തിരുവചനം പറയുന്നു, ഞങ്ങളുടെ ആയുസ്സിൻ്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയം ജ്ഞാനപൂർണമാകട്ടെ. ഹല്ലേലൂയാ. ഇരിക്കുന്നവർ 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, നിൽക്കുന്നവർ 2 കരങ്ങൾ ശിരസിൽ കമിഴ്ത്തി വെച്ച് ഈ ഓഗസ്റ്റ് മാസത്തിൽ ജന്മദിനമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ. നിൽക്കുന്നവർ 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ഉയർത്തിപ്പിടിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും, നിങ്ങളുടെ കുടുംബത്തിലെ സഹോദരങ്ങൾ, നിങ്ങൾക്ക് പരിചയമുള്ളവരൊക്കെ ഉണ്ടാവും. അവരെയൊക്കെ മനസ്സിലോർത്തോ. കർത്താവ് ഈ ഓഗസ്റ്റ് മാസത്തിൽ ജന്മദിനം ആഘോഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആയുസ്സിൻ്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയം ജ്ഞാനപൂർണമാകട്ടെ. കർത്താവെ, എത്ര വയസ്സ് വരെ ജീവിച്ചു എന്നുള്ളതല്ല, മറിച്ച് എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണല്ലോ കർത്താവെ പ്രധാനം. കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് പ്രത്യേകിച്ച് ഈ നാളുകൾ ജന്മദിനം ആഘോഷിക്കുന്ന, ഇന്നേ ദിവസം ജന്മദിനം ആഘോഷിക്കുന്ന ഈ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു പുതിയ കൃപ ഇവർക്ക് സമ്മാനിക്കണമേ. ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ആക്റ്റീവായിട്ട് ജീവിക്കാൻ, ശക്തിയോടുകൂടെ കൃപയോടുകൂടെ ജീവിക്കാൻ കർത്താവ് ഇവരെ ശക്തിപ്പെടുത്തണമേ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്നായിട്ടൊന്ന് കൈയടിച്ച് അവരെ ഒന്ന് അഭിനന്ദിച്ച്, നിന്നവർ നെറ്റിയിലൊരു കുരിശടയാളം വരച്ചോ. ഓൺലൈനൊക്കെ പങ്കെടുത്ത ഈ മാസത്തെ ജന്മദിനക്കാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ. എന്നിട്ട് എല്ലാവരും കൂടെ ഒച്ചത്തിൽ പറഞ്ഞ ഹാപ്പി ബർത്ത്ഡേ. ഇരുന്നോ, ബിരിയാണിയും കൊണ്ടുവരണേ. സങ്കീർത്തനം 139 വചനം 16. സങ്കീർത്തനം 139 വചനം 16. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. കണ്ടോ?
ഓരോരുത്തർ ശ്രദ്ധിച്ചോളൂ. ജന്മദിനം മാത്രമല്ല, ജീവിതത്തിൻ്റെ വർഷങ്ങളെക്കുറിച്ചാണ്. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന്. ഈ ഭൂമിയിൽ ഇത്ര വർഷകാലം ജീവിച്ചിരിക്കുക എന്നുള്ള ദൈവ പദ്ധതിയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ ജനനവും മരണവും ദൈവമാണ് തീരുമാനിക്കുന്നത്, നമ്മളാണ് തീരുമാനിക്കുന്നത് അല്ല. ദൈവം ആഗ്രഹിക്കുന്ന ഒരു സമയമുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന ഒരു സമയം. നമുക്ക് ഈ ഭൂമിയിൽ ഇത്ര വർഷം, നമുക്ക് പല ആഗ്രഹങ്ങളുണ്ട് അല്ലേ? ഇപ്പം ആ ചേട്ടൻ പറഞ്ഞ പോലെ 100 വയസ്സ് വരെ ആഗ്രഹമുണ്ട്, നല്ല കാര്യമാണ്. പക്ഷേ ദൈവം ആഗ്രഹിച്ചിരിക്കുന്ന വർഷങ്ങളുണ്ട്. വിശുദ്ധരൊക്കെ നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്ന കാര്യം, ഇത്രയും വർഷം നീ ജീവിച്ചിരിക്കുന്നു. ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നീ ആക്റ്റീവായിട്ട് ജീവിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കണം. അതാണ് ആരാധനയുടെ ജീവിതം. ശ്രദ്ധി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ ഈ സങ്കീർത്തനം 139 വചനം 16 വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഏറ്റു പറഞ്ഞേ, എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദീർഘായുസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ആക്റ്റീവായിട്ടിരിക്കും. ദൈവത്തെ ആരാധിക്കാൻ തീരുമാനിക്കുന്ന ഓരോ വ്യക്തിയിലും ഇത് സംഭവിക്കും. നിന്നിലൂടെ അഭിഷേകം ഒഴുകപ്പെടും. ചാടി എഴുന്നേറ്റ് നിന്നേ, എല്ലാവരും എഴുന്നേറ്റോ. ഈ പറഞ്ഞ അഭിഷേകം 4 പ്രധാനപ്പെട്ട അടിസ്ഥാന ജീവിതത്തിൻ്റെ അടിസ്ഥാന മേഖലകളെക്കുറിച്ചാണ് വചനം പഠിപ്പിച്ചത്. വേറെ ഒന്നും പഠിച്ചിട്ടില്ല ഈ കാര്യം കേട്ടോ. ഏതാ പഠിച്ച വചനം എന്ന് പറഞ്ഞേ? പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 25-ഉം 26-ഉം. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കുവിൻ, അപ്പോൾ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കപ്പെടും. നിങ്ങളുടെ രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യപ്പെടും. നിങ്ങളുടെ ദേശത്ത് എന്ത് സംഭവിക്കും? ഗർഭഛിദ്രമോ വന്ധ്യതയോ ഉണ്ടാവുകയില്ല. ദീർഘായുസ് നിനക്ക് നൽകി. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. കർത്താവേ, ഈ പറഞ്ഞ വാഗ്ദാനങ്ങൾ എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും സംഭവിക്കട്ടെ. ഉയർത്തിയ കരങ്ങൾ ശിരസിലോട്ട് കമഴ്ത്തി വെച്ചോ. കർത്താവെ, എൻ്റെ ശിരസ് മുതൽ ഉള്ളംകാല് വരെ ഈ ശുശ്രൂഷ സമയത്ത് കർത്താവെ, ഈ വചനത്തിൻ്റെ അഭിഷേകം എന്നിൽ സംഭവിക്കപ്പെടട്ടെ. ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവർ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ പ്രാർത്ഥിക്കൂ. ഇതായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെ നീ എവിടെയാണെങ്കിലും കർത്താവിൻ്റെ ശക്തി വെളിപ്പെടട്ടെ. ദൈവത്തെ ആരാധിക്കാൻ എടുക്കുന്ന ഓരോ നിമിഷവും അത് അത്ഭുതകരമായ ദൈവിക ഇടപെടലിൻ്റെ സമയമാണ്. എൻ്റെ പ്രിയ സഹോദര സഹോദരി, ഇക്കാലം അത്രയും നീ എങ്ങനെയായിരുന്നുവെന്നുള്ളതല്ല, ഇനി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് പ്രധാനം. ഇത്രയും നാളും നീ എങ്ങനെ ജീവിച്ചു, എങ്ങനെ ചിന്തിച്ചു, നിനക്കെന്ത് അബദ്ധം പറ്റി? തമ്പുരാൻ കർത്താവ് നിന്നെ ചോദ്യം ചെയ്യുന്നില്ല, നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല. ഇനി മുതൽ ദൈവത്തെ ആരാധിക്കാൻ, സകലത്തിൻ്റെയും അധിപനായ ദൈവത്തെ വണങ്ങാനുള്ള തീരുമാനം, ഇത് ശക്തമായൊരു തീരുമാനമാണ്. കർത്താവേ, ആരാധിക്കുന്ന എൻ്റെ മേൽ അത്ഭുതകരമായ കൃപകൾ സംഭവിക്കപ്പെടട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് ഒരു പുത്തൻ അഭിഷേകം സംഭവിക്കപ്പെടട്ടെ. കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിൻ്റെ മേൽ ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി കർത്താവ് വെളിപ്പെടുത്തട്ടെ. 2 കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണുകളടച്ച് എല്ലാവരും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഈശോയേ എന്ന് പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചേ. നാമ തുറന്നൊന്ന് പ്രാർത്ഥിച്ചേ. വലിയൊരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഓ കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന്റെ മേല് അത്ഭുതകരമായ ദൈവശക്തികൾ വെളിപ്പെടട്ടെ. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന്റെ മേല് ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ. രോഗപീഠകൾ കർത്താവ് എടുത്തു മാറ്റട്ടെ. മനസ്സിന്റെ ഭാരങ്ങൾ കർത്താവ് എടുത്തു മാറ്റട്ടെ. ഒരു വലിയ ദൈവശക്തി ദൈവമക്കളിലേക്ക് വെളിപ്പെടട്ടെ. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയിലും ഇത് സംഭവിക്കട്ടെ. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ എവിടെയാണെങ്കിലും കർത്താവിന്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. ഒരു പുതിയ കൃപ കൊണ്ട് നിറയപ്പെടട്ടെ. കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു. 2 കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 25-ഉം 26-ഉം എന്നിൽ സംഭവിക്കട്ടെ. നെറ്റിയിൽ കുരിശടയാളം വരച്ച് അത് ഏറ്റെടുക്കുക. ഉച്ചത്തിൽ കരങ്ങൾ കൂപ്പി പറഞ്ഞേ ആമേൻ. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പറഞ്ഞേ ആമേൻ. അല്പം കൂടെ ചൊല്ലി പറഞ്ഞേ ആമേൻ.